الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവസ്ഥകളും ആളുകളുടെ സ്ഥിതിഗതികളുമായിരുന്നു. പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ 3 വിഭാഗങ്ങളായിരുന്നു. ആ 3 വിഭാഗങ്ങളും പരിപൂർണമായും ഒന്ന് മറ്റതിൽ നിന്ന് പൂർണ്ണമായി വ്യതിരിക്തരായിരുന്നു, വ്യത്യാസപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതിൽ ഒന്നാമതായിക്കൊണ്ട് പ്രവാചകൻ്റെ ഉത്തമരായ അനുയായികളായ മുഹാജിറുകൾ, അൻസാരികളായ സഹാബത്ത്. രണ്ടാമത്തവർ മദീനയിൽ പൂർവികരായിക്കൊണ്ട് ജീവിച്ചിരുന്ന ഇസ്ലാമിലേക്ക് ഇതുവരെ പ്രവേശിക്കാത്ത മുശ്രിക്കീങ്ങളായ കുഫാറുകളായ ആളുകൾ. മൂന്നാമത്തത് ജൂതന്മാരായ യഹൂദികൾ ആയിരുന്നു. യഹൂദികൾ അവർ ഷാമിൽ നിന്ന് റോമക്കാരും അതേപോലെ തന്നെ ആര്യന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നവരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അറിയപ്പെടുന്ന ആ രാജാക്കന്മാരും ഭരണകൂടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഹിജാസിൽ വന്ന് അഭയം തേടിയ ജൂതന്മാരായിരുന്നു അവർ. ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നു, വൽ മസായിലുല്ലത്തി കാന യുവാജിഹുഹാ ബിന്നിസ്ബത്തി ഇലാ അസ്ഹാബിഹി. പ്രവാചകന്റെ അനുചരന്മാരായ മുഹാജിറുകൾ, അൻസാറുകൾ, അവരെ സംബന്ധിച്ച് പ്രവാചകൻ നേരിട്ടിരുന്ന അഭിമുഖീകരിച്ചിരുന്ന വിഷയങ്ങൾ ഹുവ അന്ന ളുറൂഫൽ മദീനത്തി ബിന്നിസ്ബത്തി ഇലൈഹിം. മദീന എന്ന് പറയുന്ന, യസ്രിബ് എന്ന് പറയുന്ന ആ പ്രദേശം മുഹാജിരീങ്ങളായ ഈ സഹാബികളെ സംബന്ധിച്ചും അവിടെ താമസക്കാരായ അൻസാരികളെ സംബന്ധിച്ചും അതിൽ ഏറ്റവും മുഖ്യമായി മക്കയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ചെന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് തഖ്തലിഫു തമാമൻ അനിൽ ളുറൂഫില്ലത്തി മർറൂ ബിഹാ ഫീ മക്ക. മക്കയിൽ അവർ കഴിച്ചുകൂട്ടിയിരുന്ന അനുഭവപ്പെട്ട അവസ്ഥകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൂർണ്ണമായി വിഭിന്നമായ വ്യത്യാസപ്പെട്ട ഒരു സാഹചര്യമാണ് മദീനയിൽ അവർക്കുണ്ടായിരുന്നത്. ഫഹും ഫി മക്ക. മുഹാജിരീങ്ങൾ മക്കയിൽ ജീവിക്കുന്ന സമയത്ത് വഇൻകാനത് തജ്മഉഹും കലിമത്തുൻ ജാമിഅ. അവരെല്ലാവരും കലിമത്തു തൗഹീദിന്റെ വക്താക്കളാണ്, അതിൽ ഏക സഹോദരന്മാരാണ്. വകാനു യസ്തഹദിഫൂന ഹദഫൻ വാഹിദൻ. അവിടെ എല്ലാവരുടെയും ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യമാണുള്ളത് മുഹാജിറുകൾ. എന്നാൽ ഇല്ലാ അന്നഹും കാനു മുതഫർരിഖീന ഫീ ബുയൂതാത്തിൻ ശത്ത. വിഭിന്നമായ ഭവനങ്ങളിൽ അവർ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സ്ഥലമോ ഒരു വീടോ ഒരു ഭവനമോ ഒന്നുമില്ലാതെ പല വീട്ടുകളിലുമുള്ള വ്യക്തികളായിരുന്നു. മഖ്ഹൂരീന അതില്ലാ മത്റൂദീൻ. കുടുംബങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ, അതേപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് ആദരവും ബഹുമാനം ലഭിക്കാതെ നിന്ദതയിൽ കൂടെ കഴിച്ചുകൂട്ടുന്നവർ, മറ്റുള്ളവരുടെ ഭീഷണിയുടെ കീഴിൽ ഒതുങ്ങിക്കൂടിയ ആളുകൾ, ഇവരൊക്കെയായിരുന്നു. ലം യകുൻ ലഹും മിനൽ അംരി ശൈഉൻ. അധികാരോ സ്വാധീനോ ഒന്നും മക്ക കാലഘട്ടത്തിൽ ഈ മുഅ്മിനീങ്ങൾക്കൊന്നും തന്നെ ഇല്ലായിരുന്നു. വഇന്നമാ കാനൽ അംറു ബിയദി അഅദാഇഹിം ഫിദ്ദീൻ. ദീനിലുള്ള അവരുടെ ശത്രുക്കളുടെ കയ്യിലായിരുന്നു അധികാരവും സ്വാധീനവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നത്. ഫലം യകുൻ ഹഉലാഇൽ മുസ്ലിമൂൻ യസ്തതിഊന അൻ യുൻശിഉ മുജ്തമഅൻ ഇസ്ലാമിയൻ ജദീദൻ. അതുകൊണ്ട് തന്നെ മക്കയിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്ക് ഒരു പുതിയ മുസ്ലിം സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. ബിമവാദിഹില്ലത്തി ലാ യസ്തഗ്നി അൻഹാ അയ്യ മുജ്തമഇൻ ഇൻസാനിൻ ഫിൽ ആലം. ലോകത്തുള്ള ഒരു മനുഷ്യ സമൂഹങ്ങൾക്കുള്ള ഭവനങ്ങൾ, സാമ്പത്തിക ശേഷി, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ, ഇങ്ങനത്തെ ആ വിഭവങ്ങളൊക്കെ ഒരുക്കുകൂട്ടിക്കൊണ്ട് ഒരു പുതിയ സമൂഹത്തിനെ വാർത്തെടുക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായതയിലായിരുന്നു മക്കയിലുണ്ടായിരുന്നവർ. വലിദാലിക. അതുകൊണ്ട് തന്നെ നറസുവറല്ലത്തി അൽ മക്കിയ അല്ലത്തി നസലത്ത് ഫി മക്ക. മക്കയിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിലുള്ള സൂറത്തുകളെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, തഖ്തസിറു അലാ തഫ്സീലിൽ മബാദിഇൽ ഇസ്ലാമിയ. ഇസ്ലാമിൻ്റെ പ്രാരംഭപരമായ കാര്യങ്ങൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യൗമുൽ ആഖിറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നതാണ് മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകൾ. വഅലത്ത് ശരീഅത്തില്ലത്തി യുംകിനുൽ അമലു ബിഹാ ലികുല്ലി ഫർദിൻ വഹദ. എല്ലാ ഓരോ ആളുകൾക്കും ഒറ്റക്കൊറ്റക്ക് ചെയ്യാൻ, ജമാഅത്തായിട്ടോ ആൾക്കൂട്ടമായിട്ടോ അല്ലാതെ ഓരോ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന ദീനിലുള്ള അധ്യാപനങ്ങളും കാര്യങ്ങളും, അതാണ് ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഖുർആനിക അധ്യാപനങ്ങളിലുള്ളത്. വഅല തർഗീബി ഫിൽ ബിർരി. നന്മ ചെയ്യുക, അതേപോലെ തന്നെ സൽസ്വഭാവങ്ങൾ,
ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നുള്ള മാറി നിൽക്കുക. ഇതുപോലത്തെ ആയത്തുകളാണ് ഖുർആനിൽ കാണാൻ കഴിയുക മക്ക കാലഘട്ടത്തിൽ. അമ്മാ ഫിൽ മദീന, അവർ മദീനയിലെത്തിയതിൻ്റെ ശേഷം ഈ മുഹാജിറുകളായ ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന, അവിടെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഇവർ മദീനയിലെത്തിയതിൻ്റെ ശേഷം ഫക്കാന അമ്രുൽ മുസ്ലിമീന ബി ഐദീഹിം, മുസ്ലിമീങ്ങളുടെ കാര്യം അവരുടെ കയ്യിൽ തന്നെയാണ്. അവരുടെ അധികാരമാണെങ്കിൽ, അവരുടെ സമ്പത്താണെങ്കിൽ, അവരുടെ സ്വാധീനങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലായി. മുൻദു അവ്വലി യൗമിൻ, അവർ മദീനയിലെത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ. വലം യക്കുൻ യുസൈത്തുറു അലൈഹിം അഹദും മിനന്നാസ്, മറ്റ് ആളുകൾക്കാർക്കും മുസ്ലിമീങ്ങളുടെ മേൽ മറ്റൊരു സ്വാധീനമില്ലായിരുന്നു മദീനയിൽ. അവിടെയുള്ള മുശ്രിക്കീങ്ങൾക്ക് പോലും മുസ്ലിമീങ്ങളായ ആളുകളിൽ സ്വാധീനമോ ആധിപത്യമോ ഇല്ലായിരുന്നു, ജൂതന്മാർക്കും ഇല്ലായിരുന്നു ചുരുക്കത്തിൽ. വഹാദായാനി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹും ഖദ് ആനലഹും അൻ യുവാജിഹു മസാഇൽ അൽ ഹളാറത്തി വൽ ഇമ്രാൻ, പാർപ്പിടമാണെങ്കിൽ അവരുടെ നാഗരികത എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അവരുടെ സ്വഭാവങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ രാഷ്ട്രീയവും അവരുടെ സാമ്പത്തിക കാര്യങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനിലും ദുന്യവിയുമായ എല്ലാ കാര്യങ്ങളും അവർക്ക് അഭിമുഖീകരിക്കുന്ന, നേരിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. അവരുടെ രാഷ്ട്രീയം, ജീവിത കാര്യങ്ങൾ, സാമ്പത്തികം, അതേപോലെ തന്നെ അവരുടെ ഭരണകൂടം, അവർ മറ്റുള്ള ശത്രുക്കളുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ, ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ. വഅൻ തുഫസ്സില ലഹും മസാഇലൽ ഹലാലി വൽ ഹറാം, ഹലാലിന്നത് ഹലാലാണ്, ഇന്ന് ഹറാമാണ് എന്ന് വിശദീകരിക്കേണ്ടി വരും. ആരാധനകൾ ഇങ്ങനെയാണ്, സ്വഭാവങ്ങൾ. വമാ ഇലാ ദാലിക മിൻ ശുഊനിൽ ഹയാത്ത്, മനുഷ്യ ജീവനുമായി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയ ഖുർആനിൻ്റെ ആയാത്തുകളും സൂറത്തുകളും പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അതിലുണ്ട്. ഒരു മുസ്ലിം സമൂഹം എങ്ങനെയായിരിക്കണം, അവരുടെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം, അവരുടെ സാമ്പത്തിക രീതികൾ എങ്ങനെയായിരിക്കണം, അവരുടെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കണം, അവർ മറ്റുള്ള ശത്രുക്കളുമായിട്ടുള്ള നിലപാടുകൾ, ആദർശത്തിലുള്ള ശത്രുക്കളുമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്ന ആയത്തുകളും ആണ് മദീന കാലഘട്ടത്തിലുള്ളത്. ഐ അന്നലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അൻ യക്കൂനു മുജ്തമഅൻ ഇസ്ലാമിയൻ, ഇസ്ലാമികമായൊരു സമൂഹമായിട്ട് അവർ ജീവിക്കുക എന്നത് മദീനത്ത് അതിന് സാധിച്ചു. യഖ്തലിഫു ഫി ജമീഇ മറാഹിലിൽ ഹയാത്തി അനിൽ മുജ്തമഇൽ ജാഹിലി, അനിസ്ലാമികമായ മുസ്ലിമീങ്ങളല്ലാത്ത സമൂഹത്തിൽ നിന്ന് എല്ലാ മേഖലയിലും വിഭിന്നമായ വ്യത്യാസപ്പെട്ട നിലക്കുള്ള ഇസ്ലാമിക സമൂഹമായി ജീവിക്കാൻ മദീനയിൽ അവർക്ക് കഴിഞ്ഞു. വയംതാസു അൻ അയ്യ മുജ്തമഇൻ യൂജദു ഫിൽ ആലമിൽ ഇൻസാനി, മനുഷ്യലോകത്ത് ഉള്ള മറ്റുള്ള ഏത് സമൂഹങ്ങളെ വെച്ച് നോക്കുകയാണ്, റോമക്കാരെന്നുണ്ട്, പേർഷ്യക്കാരെന്നുണ്ട്, തീയൻ ആരാധിക്കുന്നവരോ അവിടെ ഉണ്ട്, സൂര്യൻ ആരാധിക്കുന്നവരുണ്ട്, ബിംബങ്ങൾ ആരാധിക്കുന്നവരുണ്ട്, മക്കയിലുണ്ട്. ഈ പറയുന്ന സകല സമുദായങ്ങളും വിഭിന്നമായി വേർതിരിഞ്ഞ ഒരു ആൾക്കൂട്ടമായി, ഒരു സമൂഹമായി മുസ്ലിമീങ്ങൾക്ക് പോകാൻ കഴിയും മദീനത്ത്. വയകൂനു മുമസ്സിലൻ ലിദ്ദഅവത്തിൽ ഇസ്ലാമിയ, മുസ്ലിം സമൂഹത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ആ പ്രബോധനത്തിൻ്റെ പ്രതിനിധികളായിട്ട്, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ കഴിച്ചു കൂട്ടാൻ കഴിയും. ഏതാണ് ഇസ്ലാമികമായ പ്രബോധനം എന്ന് പറഞ്ഞാൽ അല്ലത്തി ആനാലഹൽ മുസ്ലിമൂന അൽവാനം മിനൻ നക്കാലി വൽ അദാബി ത്വൈലത 10 സനവാത്ത്, 10 വർഷത്തോളം മുസ്ലിമീങ്ങൾ ഇസ്ലാമിക ഈ പ്രബോധനത്തിൻ്റെ കാര്യത്തിൽ അതികഠിനമായ പീഡനങ്ങളും ദുരിതങ്ങളും മക്കയിൽ നിന്ന് സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്ന ഇസ്ലാമിക ദഅവത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മദീനയിൽ ഇവർക്ക് മുന്നേറാൻ കഴിയും. വലാ യഖ്ഫാ, ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകൂല അന്ന തക്വീന അയ്യ മുജ്തമഇൻ അലാ ഹാദൻ നമത്, ഈ നിലക്കുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക, ഉണ്ടാക്കുക എന്നുള്ളത് ലാ യുംകിനു അൻ യസ്തതിബ ഫി യൗമിൻ വാഹിദ്, ഒരൊറ്റ ദിവസമോ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഒരിക്കലും അത് പൂർത്തിയാകൂല. അതിന് സമയം പിടിക്കും. ബല്ലാ ബുദ്ദ ലഹു മിൻ സമനിൻ ത്വീലിൻ, ഒരുപാട് ദീർഘമായ സമയം അതിനാവശ്യമാണ്. അപ്പോഴേ ദീനിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ നിയമവ്യവസ്ഥിതികൾ, ആളുകളെ എങ്ങനെ വളർത്തിയെടുക്കണം, ആളുകളെ എങ്ങനെ സംസ്കാരമുള്ളവരാക്കണം, അവരെ പരിശീലിപ്പിക്കണം, ആ പറയുന്ന നിയമങ്ങളൊക്കെ സമൂഹത്തിൽ എങ്ങനെ അത് നടപ്പാക്കണം, ഘട്ടം ഘട്ടമായിട്ട്, ഇതൊക്കെ കൃത്യമായി അതിന് ദീർഘമായ സമയം വേണം. വകാന അല്ലാഹു കഫീലൻ ബിഹാദ തശ്രീ, ദീനിൻ്റെ ഈ അധ്യാപനങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അത് നടപ്പാക്കാൻ, അതിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ഉത്തരവാദിത്വം, ബാധ്യത ഏറ്റെടുത്തതായിരുന്നു. അങ്ങനെ മുസ്ലിമീങ്ങളെ ഘട്ടം ഘട്ടങ്ങളായി വളർത്തി വലുതാക്കി ഉയർത്തിക്കൊണ്ടുവന്നു, അവരെ പരിശുദ്ധരാക്കി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ, ദീനും എഴുത്തും വായനയും ഒന്നും അറിയാത്ത ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയച്ചു. അവരിൽപ്പെട്ട ഒരു ദൂതനെ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർക്ക് പാരായണം ചെയ്തു കൊടുത്തുകൊണ്ട്, അവരെ ശുദ്ധീകരിച്ച്, അവർക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അങ്ങനെയാണ് സമൂഹത്തിൽ ഘട്ടം ഘട്ടങ്ങളായിട്ട് ദീർഘമായ 13 മക്ക കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീടുള്ള
അതല്ലെങ്കിൽ മക്ക കാലഘട്ടം ഒരു 10 വർഷമാണെങ്കിൽ ബാക്കിയുള്ള 13 വർഷം, അതല്ല മക്ക കാലഘട്ടം 13 എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 10 വർഷക്കാലമായിട്ട് അല്പസ്വല്പമായിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഖുർആനിക ആയത്തുകൾ ഇറങ്ങുകയും അതനുസരിച്ച് അതിൻ്റെ വിശദീകരണങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഒരു സമൂഹത്തിനെ വളർത്തി വലുതാക്കിക്കൊണ്ടിരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ചുരുക്കത്തിൽ വക്കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും, അവിടുത്തെ അനുചരന്മാരുടെ സ്വഭാവം മുഖ്ബിലീന അലൈഹി ബിഖുലൂബിഹിം, അള്ളാഹുവിൻ്റെ ഈ അധ്യാപനങ്ങൾ അവരുടെ മനസ്സുകൾ കൊണ്ട് തന്നെ സ്വീകരിച്ച് അതിനെ പിന്തുടരുന്നവരും സ്വീകരിക്കുന്നവരുമായിരുന്നു. യതഹല്ലൗന ബി അഹ്കാമിഹി, ഖുർആനിലുള്ള ആ നിയമങ്ങളും വ്യവസ്ഥിതികളും അവർ പൂർണ്ണമായി അത് സ്വീകരിക്കുന്നവരായിരുന്നു. വയസ്തബ്ശിറൂന ബിഹ, അള്ളാഹു അവർക്ക് ഇറക്കി കൊടുക്കുന്ന ആയത്തുകളിലെ പാഠങ്ങളിൽ അവർ സന്തോഷവാന്മാരായിരുന്നു. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, ആയത്തുകൾ ഇറങ്ങുന്നതിനനുസരിച്ച് മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയും അതനുസരിച്ച് അവരുടെ ജീവിതത്തെ അവരെ ചുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇവിടെ അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ പറയുന്നില്ല. ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്കാവശ്യമുള്ള ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്ന് ഷെയ്ഖ് പറയാൻ ഫനഖ്തസിറു മിൻഹാ അലാ ഖദ്രിൽ ഹാജ. അപ്പം ഈ പറയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു മദീന കാലഘട്ടത്തിൽ മദീനയിലുള്ള ആളുകളുടെ സ്ഥിതി. നമുക്ക് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് ചുരുക്കത്തിൽ. വകാന ഹാദാ അഅ്ളമു മാ വാജഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നിസ്ബത്തി ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ പ്രവാചകൻ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളും കൽപ്പനകളും അവർക്ക് ഘട്ടം ഘട്ടം പാരായണം ചെയ്തു കൊടുത്ത് അത് പഠിപ്പിച്ച് നല്ല ഒരു ഉമ്മത്തിനെ വളർത്തി വലുതാക്കി ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ഉത്തമമായ ഒരു ലക്ഷ്യമായിരുന്നു. അതുതന്നെയാണ് ദഅവത്തിൻ്റെ ഇസ്ലാമിക പ്രബോധനം ഏത് കാലഘട്ടത്തിലുണ്ടെങ്കിലും മനുഷ്യരെ നിന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതുതന്നെയാണ്. ആളുകൾക്ക് തൗഹീദും സുന്നത്തും ദീനിൻ്റെ അധ്യാപനങ്ങൾ അവർക്ക് പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ല ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. വമഅലൂമുൻ, വളരെ വ്യക്തമാണ്, അന്നഹു ലൈസ ബിഖദിയത്തിൻ ത്വാരിഅത്തിൻ തത്ലുബുൽ ഇസ്തിഅജാൽ, പെട്ടെന്ന് വേഗതയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യമായൊരു വിഷയമല്ല ഇത്. ഇതിന് സമയം പിടിക്കും. നേരെ മറിച്ച് വഹിയ ഖദിയത്തുൻ അസീലത്തുൻ തഹ്താജു ഇലാ ആജാൽ, ഒരുപാട് സമയങ്ങൾ ഇതിന് പിടിക്കും. ഒരു സമൂഹത്തിനെ തൗഹീദിലും സുന്നത്തിലും അധിഷ്ഠിതമായി കൊണ്ട് വളർത്തി ഉയർത്തി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് സമയങ്ങൾ ധാരാളം പിടിക്കും. കാനത്ത് ഹുനാക, മറ്റ് പല അത്യാവശ്യമായ കാര്യങ്ങളും പ്രവാചകൻ അഭിമുഖീകരിച്ചിരുന്നു. അതൊക്കെ വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർത്തീകരിക്കുകയും നിർവഹിക്കുകയും ചെയ്തിരുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അന്നൽ മുസ്ലിമീന കാനു അലാ ഖിസ്മൈൻ, മുസ്ലിമീങ്ങൾ മദീനയിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ 2 വിഭാഗങ്ങളായിരുന്നു. ഒരു വിഭാഗം കാനു ഫി അർളിഹിം വ ദിയാരിഹിം വ അംവാലിഹിം, അവരുടെ നാട്ടിലാണ്, അവരുടെ ഭവനങ്ങളിലാണ്, അവരുടെ സമ്പത്തിലുമാണ്. ലാ യുഹിമ്മുഹും മിൻ ദാലിക ഇല്ലാ മാ യുഹിമ്മുർ റജുല, സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അവനെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ ഇവരെ ഉത്കണ്ഠപ്പെടുത്തി അവരെ ടെൻഷനാക്കിയ ചെയ്യൂല. വഹുവ ആമിനും ഫി സർബിഹി, അവരുടെ നാട്ടിൽ സുരക്ഷിതരാണ്. വഹുമൽ അൻസാർ, അൻസാരികളുടെ കാര്യം അങ്ങനെ, അവർക്ക് വീടുണ്ട്, നാടുണ്ട്, തൊഴിലുണ്ട്, വരുമാനമുണ്ട്, ചെറുതാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാരായ ഒരു മനുഷ്യനെ ഒന്നിരിക്കൽ സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില കൂടി, അതല്ലെങ്കിൽ മഴ കുറഞ്ഞു, അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ജലസേചനമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളല്ലാതെ അവരെ ടെൻഷനാക്കുന്ന, അവരെ ചിന്തയിലാക്കുന്ന മറ്റൊരു വിഷയങ്ങളും ഇല്ലായിരുന്നു. വകാന ബൈനഹും തനാഫുറുൻ മുസ്തഹക്കമുൻ വ അദാഉൻ മിൻ സമനിൻ തവീൽ, ദീർഘകാലമായിട്ട് അൻസാരികൾ എന്ന് പറയുന്ന മദീനക്കാരുടെ ഇടയിൽ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന കുടുംബങ്ങളിൽ ദീർഘകാലമായ ശത്രുതയും അകൽച്ചയും വിദ്വേഷവും നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതാണ് അവരുടെ സ്ഥിതി. വഖിസ്മുൻ ആഖർ, മറ്റൊരു വിഭാഗം പ്രവാചകന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗം ഫാത്തഹും കുല്ലു ദാലിക്, അവർക്ക് നാട് നഷ്ടപ്പെട്ടു, അവർക്ക് വീട് നഷ്ടപ്പെട്ടു, അവർക്ക് സമ്പത്തും തൊഴിലും നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാം കഴിയൊഴിഞ്ഞ മറ്റൊരു വിഭാഗം ആളുകളാണ്. വനജോബി അംഫുസിം ഇൽ മദീന, അവരുടെ സ്വന്തം തടി കൊണ്ട് ശരീരത്തുമായിട്ട് മദീനയിലേക്ക് രക്ഷപ്പെട്ടവരാ അവർ മുഹാജിരീങ്ങൾ. ഫലം യകുല്ലഹും മൽജഉൻ യഅൂന ഇലൈ, അവർക്ക് അഭയം തേടാനുള്ള ഒരു ഭവനമില്ല. വലാ അമലുൻ യക്സിബൂന ബിഹി മാ യസുദ്ദു ഹാജത്തും, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നൊരു തൊഴിലില്ല. വലാ മാലുൻ യബ്ലുഗൂന ബിഹി ഖവാമൻ മിനൽ ഐഷ്, ജീവിതത്തിൽ നിലനിൽപ്പിന് ഉതകുന്ന നിലക്കുള്ള സമ്പത്ത് അവരുടെ കയ്യിലില്ല. വകാന അദദു ഹഉലാഇ ലാജിഇൻ ഗൈറു ഖലീൽ, എന്നാൽ ഈ അഭയാർത്ഥികളെ പോലെ വന്ന മുഹാജിറുകൾ വളരെ തുച്ഛം കുറഞ്ഞ ആളുകളല്ല, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. തുമ്മ കാനു യസീദൂന യൗമൻ ഫയൗമ, ഈ മുഹാജിറുകൾ അതിൻ്റെ പുറമെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നിരുന്നു. ഏറ്റവും കൂട്ടത്തിലുമായിട്ട് ആളുകൾ വീണ്ടും ഹിജറ വരികയും ചെയ്തിരുന്നു. ഇത് കാന ഖദ്
ഉദിന ബിൽ ഹിജ്റത്തി ലികുല്ലി മൻ ആമന ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലും വിശ്വസിച്ച എല്ലാ ആളുകൾക്കും മക്കയിൽ നിന്നാണെങ്കിലും പരിസര പ്രദേശങ്ങളിൽ നിന്നാണെങ്കിലും മദീനയിലേക്ക് ഹിജ്റ വരാൻ വേണ്ടി അനുവാദം നൽകപ്പെട്ടിരുന്നു. അത് നിർബന്ധമായിരുന്നു. വമാലൂമൻ അന്നൽ മദീനത ലം തകുൻ അലാ തർവത്തിൻ ത്വായില, മദീനയാണെങ്കിൽ വമ്പിച്ച സമ്പത്തുള്ളൊരു പ്രദേശമല്ല. ഫതസഅസ മീസാനിയത്തുൽ ഇഖ്ത, അങ്ങനെയാകുമ്പോൾ ധാരാളം ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മദീനത്താണെങ്കിൽ വിഭവങ്ങളില്ല. അപ്പം അതിൻ്റെ സാമ്പത്തികമായ അതിൻ്റെ മീസാന്, അതിൻ്റെ നിലനിൽപ്പ് അതൊക്കെ തകർന്നു പോകും. വഫീ ഹാദിഹി സഅത്തിൽ ഹർജ, ഇങ്ങനത്തെ പ്രയാസകരമായ ഘട്ടത്തിൽ ഖാമത്തിൽ ഖുവാത്തുൽ മുആദിയത്തുൽ ഇസ്ലാം, ഇസ്ലാമിനോട് ശത്രുതയുള്ള മുശ്രിക്കീൻ മക്കക്കാരായ ശത്രുക്കൾ, അതേപോലെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇസ്ലാമിന് ഈ മക്കക്കാരുമായി ബന്ധമുള്ള മറ്റ് രാജ്യത്തിലുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സാമ്പത്തികമായ ഒരു ഉപരോധം മദീനക്കാരുമായിട്ട് നടത്തുകയും ചെയ്തിരുന്നു. സാമ്പത്തികമായ ഉപരോധം, അവർക്ക് വിഭവങ്ങളും കാര്യങ്ങളും അങ്ങോട്ട് അയക്കാതെ, അത് നൽകാതെ ഒരു ഉപരോധം ഇതിൻ്റെ ഇടയിൽ നടത്തിയിരുന്നു. അത് കാരണം തന്നെ മദീനയിലുണ്ടായിരുന്ന വിഭവങ്ങൾക്കുള്ള ദൗർബല്യം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഇതൊക്കെയായിരുന്നു മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരുടെ അവസ്ഥയും അവർ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോഴത്തെ അനുഭവങ്ങളും. അമ്മൽ ഖൗമുസാനി, പിന്നെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ വഹുമൽ മുശ്രിക്കൂന മിൻ സമീമി ഖബാഇൽ മദീന, മദീന ഗോത്രങ്ങളിലുള്ള പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന മുശ്രിക്കീങ്ങളാണ്. ഫലം തകുല്ലഹും സൈത്തറത്തുൻ അലൽ മുസ്ലിമീൻ, അവർക്ക് മുസ്ലിമീങ്ങളുടെ മേൽ അധികാരമോ ആധിപത്യമോ ഉണ്ടായിരുന്നില്ല മക്കക്കാരെ പോലെ. വകാന മിൻഹും മൻ യതഖാലജുഹു അശ്ശുകൂക് വയതറദ്ദദു ഫീ തർക്കി ദീനിൽ ആബാ, എന്നാൽ തന്നെ ആ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടക്കാൻ അവർ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇസ്ലാം നല്ലതാണ്, നമ്മൾ നിലനിൽക്കുന്ന യാദൃശ്യം തെറ്റാണ്, ഇത് സ്വീകരിച്ചാലോ ഇല്ലേ എന്നുള്ള സംശയത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. വലാകില്ലം യകുൻ യുബ്തിനുൽ അദാവത വൽ കൈദ ളിദ്ദൽ ഇസ്ലാമി, ഏതാണെങ്കിലും മുശ്രിക്കീങ്ങളാണെങ്കിലും ഇസ്ലാമിനോട് മുസ്ലിമീങ്ങളോട് യാതൊരു ശത്രുതയോ വെറുപ്പോ ചതിയോ അവരെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കാത്ത ആളുകളായിരുന്നു. അവർക്ക് അവരുടേതായ ദീനും അവരുടെ ആദർശങ്ങളും മുസ്ലിമീങ്ങളോടോ ഹിജ്റ ചെന്ന ആളുകളോടോ മറ്റു രാജ്യത്ത് വന്ന ആളുകളോട് യാതൊരു എതിർപ്പും വിമർശനം അവർക്കുണ്ടായിരുന്നില്ല. അവരിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. വളരെ വൈകാതെ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഇസ്ലാമിനോട് ശത്രുത വച്ച് പുലർത്തുന്ന വളരെ തുച്ഛം കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. വകാന ഫീഹിം മൻ യുബ്തിനു ഷദീദൽ ഇഹനി വൽ അദാവത്തി ളിദ്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമീൻ, മദീനയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ശക്തമായ വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ചുരുക്കം ചില ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വലാകില്ലം യകുൻ യസ്തതിഉ അൻ യുനാവിഅഹും, മുസ്ലിമീങ്ങളോടോ പ്രവാചകനോടോ അക്രമം അഴിച്ചുവിടാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ബൽഖാന മുൽത്തറൻ ഇലാ ഇൽഹാരിൽ ഉദ്ദി വസ്സഫായി നളറൻ ഇലൽ ദുറൂഫ്, മദീനത്തുള്ള ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കി മുസ്ലിമീങ്ങളോട് സ്നേഹവും മുസ്ലിമീങ്ങളോട് ഒരു ബന്ധം പ്രത്യക്ഷത്തിൽ പ്രകടമാക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ ഉള്ളിൽ വെറുപ്പുള്ള ആളുകൾ. വഅല റഅസി ഹഉലായി അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ തലവനായ കാപട്യമുള്ള ആളുകൾ അവരുടെ തലവനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആളുകൾ. ഒരു വിഭാഗം മുസ്ലിമീങ്ങളോട് യാതൊരു ശത്രുതയുമില്ലാതെ മുശ്രിക്കീങ്ങൾ ശിർക്കിൽ തന്നെ പരസ്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ. മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ ഉള്ളിൽ ശിർക്കാണ്, ഇസ്ലാമിനോടും പ്രവാചകനോടും വെറുപ്പാണ് മുസ്ലിമീങ്ങളോട്. പക്ഷേ പുറത്തേക്ക് അവർ ഇസ്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ദീന് പ്രകടിപ്പിച്ച് മുസ്ലിമിനോട് സ്നേഹം കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, കാപട്യമുള്ള ആളുകൾ. അവരുടെ തലവനായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ. ഫഖദ് കാന, എന്തുകൊണ്ട് ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന മനുഷ്യനും അവൻ്റെ കൂടെ മുനാഫിഖീങ്ങൾക്കും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഇസ്ലാമിനോടും റസൂലിനോടും മുസ്ലിമീങ്ങളോടും ഉണ്ടായി എന്നുള്ളത് അതിന് കാരണമുണ്ട്. ഫഖദ് കാനത്തിൽ ഔസ് വൽ ഖസ്റജ് ഇജ്തമഉ, ഔസ് ഖസ്ർ വർഷങ്ങളായിട്ട് യുദ്ധമായിരുന്നു. പിന്നീട് അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒരു ഏകഭിപ്രായത്തിൽ ഒരു ഒത്തൊരുമയിൽ പോകണം, അതിന് നമുക്ക് നേതൃത്വം തരാൻ പറ്റുന്ന ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന മനുഷ്യനിലാണ് അവർ നറുക്ക് വീണത്. അദ്ദേഹത്തിനെ നമ്മുടെ നേതാവായിട്ട്, നാട്ടിലുള്ള പ്രമുഖനായിട്ട്, രാജാവായിട്ട് തിരഞ്ഞെടുക്കുക. ഔസ് ഖസ്റജ് ഇജ്തമഉ അലാ സിയാദത്തിഹി ബഅദ ഹർബി ബുആദ്. ഹർബ് ബുആദ് എന്ന് പറഞ്ഞാൽ ഔസ് ഖസ്റജിന്റെ ഇടയ്ക്ക് വമ്പിച്ച യുദ്ധം നടക്കുകയും ആൾനാശവും സാമ്പത്തിക നഷ്ടവും വന്നതിന് ശേഷം അവർ ഇനി യുദ്ധം അത് നമുക്കൊരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്ന് പറഞ്ഞ് ഒരു നേതൃത്വം വേണം, ആ നേതാവിൻ്റെ കീഴിൽ നമ്മൾ ഒത്തൊരുമിച്ച് ജീവിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ അതിന് പറ്റുന്ന ഒരാൾ എന്നുള്ളതൊക്കെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ അവർ കണ്ട് നിശ്ചയിക്കുക ചെയ്തത്. വലം യക്കുൻ ഇജ്തമഉ അലാ സിയാദത്തി അഹദിൻ ഖബ്ല, ഈ പറയുന്ന മനുഷ്യന്റെ മുമ്പ് അവർക്കൊരു നേതാവില്ലായിരുന്നു, ഒരു നേതൃത്വമില്ലായിരുന്നു, എന്നും യുദ്ധമായിരുന്നു. വകാനു ഖദ് നളമു ലഹുൽ ഖർസ ലിയുതവ്വിജൂഹു വയുമല്ലികു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ
സ്ഥാനലബ്ധിയുടെ അദ്ദേഹത്തിന് രാജാവാക്കുന്ന ആ ദിവസത്തിൽ അദ്ദേഹത്തിന് കിരീടമണിയിക്കാൻ വേണ്ടി മാല അണിയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തിയിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ നേതാവാക്കാൻ വേണ്ടി. വകാന അലാ വശക്കിൻ അൻ യസീറ മലിക്കൻ അലാ അഹ്ലിൽ മദീന, മദീനക്കാരുടെ രാജാവാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ബൂഗിത ബിമജീഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പെട്ടെന്നൊരു വരുന്നത്. കുറച്ച് യുവാക്കൾ പോയി കണ്ട് പരിചയപ്പെട്ട് പ്രവാചകനെ മദീനയിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ വൻസിറാഫി ഖൗമിഹി അൻഹു ഇലൈഹി, അപ്പോൾ ഈ ഔസ് ഖസ്റജിൽപ്പെട്ട ആളുകൾ മുഴുവനും പിന്നെ അബ്ദുല്ലാഹിബ്നു ഉബയ്യിൽ നിന്നിട്ട് മാറിയിട്ട് പ്രവാചകനിലേക്ക് തിരിഞ്ഞു. ആ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന വച്ച ആ സാധനം കാക്ക കൊത്തി കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ അത് കൈവിട്ട് നഷ്ടപ്പെട്ടു. കാത്തിരുന്ന ആ പഴം അത് നഷ്ടപ്പെട്ടു അവൻ്റെ കയ്യിൽ. ആ സ്ഥാനം അവർ നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു വിദ്വേഷം, ആ ഒരു വെറുപ്പ്, മരണം വരെ ആ മനുഷ്യനെ പിടികൂടി എന്നുള്ളത് ഭിന്നവിയായ സ്ഥാനമാനങ്ങൾ. അങ്ങനെ ജനങ്ങളെല്ലാവരും ഫകാന യറ അന്നഹു സ്തലബഹു അൽ മുൽക്ക്, അവൻ്റെ കയ്യിൽ വന്ന അധികാരം പ്രവാചകൻ അത് തട്ടിയെടുത്തു എന്ന, അത് അവൻ്റെ കൈവിട്ടു പോകാൻ കാരണം ഇദ്ദേഹമാണ് എന്ന് പറയുന്ന ആ ഒരു വെറുപ്പാണ് ആ മനുഷ്യനെ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ ഫകാന യുബ്തിനു ഷദീദൽ അദാവത്തി ളിദ്ദ, പ്രവാചകനിലെതിരുള്ള ശക്തമായ ഒരു വിദ്വേഷം, വെറുപ്പ് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്നു. വലമ്മാ റഅ അന്ന ളുറൂഫ ലാ തുസാഇദുഹു അലാ ശിർക്കിഹി അലാ ശിർക്കി, അവൻ മുശ്രിക്കായി പ്രവാചകന്റെ ശത്രുപക്ഷത്ത് നിന്നാൽ കാര്യങ്ങൾ അവന് അനുകൂലമല്ല എന്ന് കണ്ടപ്പോൾ വഅന്നഹു സൗഫ യുഹറമു ബഖായൽ ഇസ്സി വശറഫി, സമൂഹത്തിലുള്ള മറ്റുള്ള പേരും പ്രശസ്തിയും അത് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ അതുകൊണ്ട് അവന് ദുന്യവിയായ നഷ്ടങ്ങളെ ഉണ്ടാകുള്ളൂ എന്ന് ബോധ്യപ്പെട്ടത് കാരണം അൽഹറൽ ഇസ്ലാം ബഅദ ബദരിൻ, ബദർ യുദ്ധത്തിന് ശേഷം ഇവരുടെ കാര്യം പിന്നെ അത് വിജയിക്കുകയാണ്. മക്കയുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോടൊക്കെ യുദ്ധം ചെയ്തിട്ട് ഇത്ര ശക്തമായ വിജയം ഇവർ നേടിയെടുത്തേക്കാണ്. അങ്ങനെ ഈ മനുഷ്യൻ ഇസ്ലാമിനെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്ലാം പ്രത്യക്ഷത്തിൽ സ്വീകരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത്. എന്നാൽ വലാക്കിൻ ബഖിയ മുസ്തബ്തിനൻ അൽ കുഫർ, ആ സത്യനിഷേധം കുഫർ അത് മനസ്സിൽ ഉള്ളിൽ അവൻ മറച്ചു വെക്കുകയും ചെയ്തിരുന്നു. ഫകാന ലാ യജിദു മജാലൻ യകീദു ഫീഹി ബിറസൂലില്ലാഹി വബിൽ മുസ്ലിമീൻ ഇല്ലാ വയഅതി, പ്രവാചകനെ മുസ്ലിമീങ്ങൾക്ക് ചതിക്കാൻ ഏത് അവസരം അവന് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ സമയം മുഴുവനും ആ വ്യക്തി അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. വകാന അസ്ഹാബുഹു, അവൻ്റെ കുറച്ച് അനുയായികളും ഉണ്ടായിരുന്നു. ആരാണ് അനുയായികൾ? മിനർ റുഅസാഇ അല്ലദീന ഹരിമുൽ മനാസിബൽ മർജൂവത ഫീ മുൽക്കിഹി, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് അധികാര രാജാവായാൽ ആ മന്ത്രിസഭയിലും അവിടേക്ക് അധികാര സ്വാധീനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കുറച്ച് ആളുകളുണ്ട്. അവരും തന്നെ ഈ പറയുന്ന ശത്രുതയും വെറുപ്പും വിദ്വേഷവും അവർ മനസ്സിൽ അത് അവർ മറച്ചു വെച്ചുകൊണ്ടിരുന്നു. യസ്സാഹിമൂനഹു വയദ്ഇമൂനഹു ഫി തൻവീദി ഖുതത്, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഏത് ചതിയോ വഞ്ചനയോ ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കെതിരിൽ അവൻ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ സഹായം ചെയ്തുകൊണ്ട് ഇവരുമുണ്ടായിരുന്നു. വറുബ്ബമാ കാനൂ യത്തഖിദൂന ബഅദ ശബാബി വസുദജൽ മുസ്ലിമീൻ അമീലൻ ലിതൻഫീദി ഖുത്തതിഹിം മിൻ ഹൈസു ലാ യശ്ഉർ, എത്രത്തോളം മുസ്ലിമീങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ വിഡ്ഢികളായ അതേപോലെ തന്നെ യുവാക്കളിൽപ്പെട്ട ചില ആളുകൾ അറിയാതെ അവരെ ദുരുപയോഗം ചെയ്യുമായിരുന്നു. ഇവർ പ്രവാചകനെതിരും മുസ്ലിമീങ്ങൾക്കെതിരിൽ എന്തെങ്കിലുമൊക്കെ ചതി പ്രയോഗിക്കാൻ മുസ്ലിം യുവാക്കളിൽപ്പെട്ട ആളുകളെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഇന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളായ യുവാക്കളെ, ദീനിനോട് താല്പര്യമുള്ള ആളുകളെ പല പേരുകളിലും ഖവാരിജുകളായിട്ടും തീവ്രവാദത്തിലേക്കും മറ്റും കൊണ്ടുപോയിട്ട് മുസ്ലിമീങ്ങളെ അടിക്കാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആയുധങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തുന്നത് ശത്രുക്കൾ ഇന്നും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്, ഒരു തന്ത്രമാണ്, ഒരു ചതിയാണ്. അതേപോലെ ഈ പറയുന്ന മുനാഫിഖീങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ചുരുക്കത്തിൽ അവരുടെ സ്ഥിതി അതാണ്. മൂന്നാമത്തെ വിഭാഗം അമ്മൽ ഖൗമു സാലിസു വഹും അൽ യഹൂദ്, മദീനയിലുണ്ടായിരുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകൾ ജൂതന്മാരാണ്. ഫഇന്നഹും, ആ ജൂതന്മാർ അവർ അന്ന് എങ്ങനെയായിരുന്നു അത് ഇന്ന് ജൂതന്മാരും ആ ജൂതന്മാരെ കൂടെയുള്ള ആളുകളും ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ കൃത്യമായി മനസ്സിലാകും എന്താണ് യഹൂദികൾ ഈ ലോകത്ത് ചെയ്തത് എന്ന്. ഫഇന്നഹും കാനൂ, ഈ യഹൂദികൾ കാനൂ ഖദ് ഇൻഹാസു ഇലൽ ഹിജാസി സമനൽ ഇൽതിഹാദിൽ ആശൂരി വർ റോമാനി കമാ അസ്ലഫന, റോമൻ ചക്രവർത്തിമാർ അവർ നസാറാക്കൾ ഉണ്ടായിരുന്നു. അശൂരികൾ ആര്യന്മാരി എന്ന് പറയുന്നവർക്ക്, ആര്യന്മാരി എന്ന് പറയുന്ന തീയാരാധകരും മറ്റും പല ആരാധന രീതികൾ ജൂതന്മാർക്കെതിരായിരുന്നു. അവരുടെ കാലത്ത് ഈ ജൂതന്മാരെ കണക്കിലധികം പീഡിപ്പിക്കപ്പെടും. ജൂതന്മാരെ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയായതുകൊണ്ടാണ്. അവർക്ക് എന്തെങ്കിലും അധികാരമോ സ്വാധീനം കിട്ടിയാൽ മനുഷ്യർക്കും രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉപദ്രവമല്ലാതെ അവരുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുകയില്ല. അത് അവരുടെ സ്വഭാവം അങ്ങനെയായതുകൊണ്ട് അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് അവരെ അടിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ സുന്നത്ത് അവൻ പലപ്പോഴും നടപ്പിലാക്കുമായിരുന്നു.
അങ്ങനെ ഇവരേതാണെങ്കിൽ ഹിജാസിൽ വന്നു. വക്കാനു ഫിൽ ഹഖീഖത്തി അബ്രാനിയീൻ, അവരുടെ ഭാഷ അബ്രാനികളാണ്, അറബികളല്ല. വലാക്കിൻ ബഅദൽ ഇൻസിഹാബി ഇലൽ ഹിജാസി, ഹിജാസിലേക്ക് അവർ വന്നതിന്റെ ശേഷം, മദീന പരിസരത്തൊക്കെ താമസത്തിന് ശേഷം, ഇസ്തബഗു ബിസ്സബ്ഗത്തിൽ അറബിയ്യത്തി ഫിസ്സിയ്യി വല്ലുഗത്തി വൽ ഹളാറ, സംസ്കാരത്തിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ ഭാഷയുടെ കാര്യത്തിൽ, വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ അറബികളുടെ ആ ഒരു മോഡല്, അറബികളുടെ രീതി അവർ സ്വീകരിച്ചു. ജൂതന്മാർ ഇവർ യഹൂദികളാണ് എന്ന് തിരിച്ചറിയാതിരിക്കുമാറുള്ള ഈ പറയുന്ന അറേബ്യൻ സംസ്കാരം മുഴുവനും അവർ സ്വീകരിച്ചു. ഹത്താ സ്വാറത്ത് അസ്മാഉഹും വ അസ്മാഉ ഖബാഇലിഹിം അറബിയ, ജൂതന്മാരുടെ പേര്, അവരുടെ കുടുംബത്തിന്റെ പേരുകളൊക്കെ അറബി പേരുകളായി. ഇപ്പോൾ ഈ പറയുന്ന പല ആളുകളുടെയും പേരുകൾ അറബി പേരുകളായിരുന്നു. വഹത്താ ഖാമത്ത് ബൈനഹും വബൈനൽ അറബി അലാഖാത്തു സവാജി വസ്ഹിരി, അതേപോലെ തന്നെ ഈ യഹൂദികളും അറബികളും തമ്മിൽ വിവാഹ ബന്ധങ്ങളും കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇല്ല അന്നഹും ഇഹ്തഫദു ബി അസബിയ്യതിഹിമുൽ ജിൻസിയ, അവരുടെ ആ വർഗ, ആ ഒരു സ്വഭാവം, ജൂത ആ വർഗം അതവർ നിലനിർത്തുകയും ചെയ്തിരുന്നു കഴിവിൻ്റെ പരമാവധി. അവർ കിതാബിൻ്റെ ആളുകളാണ്, വിവരമുള്ള ആളുകളാണ്, പണ്ഡിതന്മാരാണ്, ഈ അറബികളെ പോലത്തെ വിഡ്ഢികളല്ല എന്ന് പറഞ്ഞ്. വകാനു യഹ്തഖിറൂനൽ അറബ ഇഹ്തിഖാറൻ ബാലിഗൻ, അറബികളെ അവർ വളരെയധികം നിന്ദിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ പ്രവാചകന്മാരുടെ അനുയായികളാണ്, ഞങ്ങൾക്ക് വിവരം അറിവും പഠിപ്പുമുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, അള്ളാഹുവിൻ്റെ അഹിബ്ബ, അവൻ ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പല വാദങ്ങളും അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ഈ ജൂതന്മാര്, ഈ യഹൂദികൾ അറബികളായ മുശ്രിക്കീങ്ങളായ ആളുകളോട് പറയുമായിരുന്നു, അവസാന കാലം ഒരു നബി വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടയാളം കാര്യങ്ങളും ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നീചരായ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങളെ പരാജയപ്പെടുത്തും എന്നും പറഞ്ഞു. അത് അൻസാരികളായ യുവാക്കൾ അത് അന്ന് അവരിൽ നിന്ന് പലപ്പോഴും കേട്ടപ്പോൾ അവർ ഹജ്ജിന് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ള ദഅവത്ത് കേട്ടപ്പോൾ ആ യഹൂദികൾ പറയുന്ന പ്രവാചകൻ ഇദ്ദേഹമായത് കൊണ്ട് അവരെ മുന്നേ ഇദ്ദേഹത്തിൻ്റെ ദഅവത്ത് നമ്മൾ സ്വീകരിച്ച് വിജയിക്കണം എന്നുള്ള, കണ്ടോ, ചെറിയതെങ്കിലും ഒരു ഇൽമ്, കൃത്യമായൊരു ഇൽമ് നമുക്ക് കിട്ടിയാൽ അത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞതിൽ പെട്ടൊരു ഉപകാരപ്പെടലാണ്. ജൂതന്മാരിൽ നിന്നാണെങ്കിലും കിട്ടിയ ഇൽമ് ശരിയായിരുന്നു. ആ ഇൽമ് ഈ പറയുന്ന യുവാക്കളുടെ മനസ്സിലുണ്ടായപ്പോൾ പ്രായം ചെന്ന ആളുകളും നാട്ടുകാരും സ്വീകരിക്കുന്നില്ലെങ്കിലും ആ ഇൽമ് ഉപയോഗപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് അവർ സ്വീകരിച്ചു. അവർ ആദ്യം ഹജ്ജിന് വന്ന സമയത്ത് 7ഓളം ആളുകൾ സ്വീകരിച്ചു. നാട്ടിൽ പോയി അത് പ്രചരിപ്പിച്ച് അടുത്ത വർഷത്തെ ഹജ്ജിനായപ്പോഴേക്ക് 10-70 ചില്ലാനം ആളുകൾ ഹജ്ജിന് വന്നു. അവർ സ്വീകരിച്ച് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി ആ പ്രവാചകന് സഹായം ചെയ്തു കൊടുക്കുക ചെയ്തു. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും. ആ പ്രവാചകന്റെ കൂടെ യുദ്ധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഇസ്സത്തും പ്രതാപവും നൽകും എന്നുള്ള ആ അറിവ് ആ യുവാക്കൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. വകാനു യറൗന അന്ന അംവ, ഈ ജൂതന്മാരുടെ സ്വഭാവം, അവർ അറബികളെ അതിന് മാത്രം നിസ്സാരവൽക്കരിക്കേണ്ട. ജൂതന്മാർ വിചാരിച്ചത് അവരിൽപ്പെട്ട പ്രവാചകൻ വരും എന്നുള്ള, ബനു ഇസ്രായേൽ എന്നുള്ളത്. പക്ഷേ അവർ വിചാരിച്ച ആ കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റി. മക്കയിൽ നിന്നാണ് വന്നത്, ബനു ഇസ്രായേൽപ്പെട്ട ഒരാളോടല്ലേയാണ്. അപ്പോൾ അവർ അസൂയ, അവരുടെ തലക്കനം, അവരുടെ അഹങ്കാരം ഈ പ്രവാചകനെ സ്വീകരിക്കാൻ അവരെ അനുവദിച്ചില്ല എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച അൻസാറുകൾക്ക് അതിനുള്ള തൗഫീഖ് നൽകിയെന്ന്. വകാനു യറൗന അന്ന അംവാലൽ അറബി മുബാഹത്തുൽ ലഹും, അറബികളുടെ സമ്പത്തൊക്കെ നമുക്ക് അനുവദനീയമാണ്. എങ്ങനെയാണെങ്കിലും, ഏത് നിലക്കും നമ്മളാണ് ഈ ഭൂമിയുടെ അധികാരികൾ, നമ്മളാണ് ഈ സമ്പത്തിൻ്റെ അവകാശികൾ, നമ്മളാണ് അള്ളാഹുവിന് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഇതൊക്കെയാണ് ജൂതന്മാർ പറഞ്ഞിരുന്നത്. യഅ്കുലൂനഹ കൈഫ ശാഉ, എങ്ങനെ അത് കിട്ടൂ, എങ്ങനെ നേടാൻ കഴിഞ്ഞു, അങ്ങനെ നേടി അതവർ ഉപയോഗിക്കുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ കുറിച്ച് പറഞ്ഞത്, വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅമൻഹു ബിഖിൻതാരിൻ യുഅദ്ദിഹി ഇലൈക, നല്ല യഹൂദികളുടെ കൂട്ടത്തിൽ നല്ലവരാണെങ്കിൽ അവർ എത്ര പർവ്വതം പോലത്തെ സമ്പത്ത് സൂക്ഷിക്കാൻ കൊടുത്താലും അത് തിരിച്ചു നൽകും. ചില ആളുകൾ വമിൻഹും മൻ ഇൻ തഅമൻഹു ബിദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, ഒരു പൊന്ന് സൂക്ഷിക്കാൻ കൊടുത്താൽ അതുപോലും തിരിച്ചു കൊടുക്കാതെ ജൂതന്മാർ, വിശ്വസിക്കാൻ കൊള്ളാത്ത സാമ്പത്തിക കാര്യത്തിൽ അതിന് മാത്രം അധകൃതരായ അധപ്പതിച്ച ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അതിനവർ കാരണം പറയരുത്, ദാലിക ബി അന്നഹും ഖാലു ലൈസ അലൈനാ ഫിൽ ഉമ്മയ്യീന സബീൽ, ഈ എഴുത്തും വായനയും അറിയാത്ത നീചരായ അറബികൾ, അവർക്കൊരു അവകാശവുമില്ല, അവർക്കൊരു അർഹതയില്ല, അവരുടെ സമ്പത്ത് അത് അവർക്ക് അവകാശപ്പെട്ടതല്ല എന്നാണ് അവർ ന്യായം പറഞ്ഞിരുന്നത്. അത് ദീനൊന്നല്ല, അവരുടെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ദുർവ്യാഖ്യാനം ചെയ്ത് അവർ ഫത്വ നൽകിയതായിരുന്നു.
വലം യകൂനു മുത്തഹമ്മിസീന ഫീ നശ്രി ദീൻ. യഥാർത്ഥ ജൂതമതം അറബികളുടെ ഇടയിൽ വന്ന് പ്രബോധനം നടത്തുന്ന കാര്യത്തിൽ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. വഇന്നമാ ജുല്ലു ബിളാത്തിഹിം ദീനിയ, ദീനി എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ നടപ്പാക്കിയിരുന്നത് പ്രത്യേകിച്ച് ശകുനം നോക്കൽ, സിഹ്ർ ചെയ്യൽ, അതേപോലെ തന്നെ മന്ത്രങ്ങൾ പോലത്തെ കാര്യങ്ങളായിരുന്നു. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകളിൽ നന്നായിട്ട് കാശ് അവർ വാങ്ങുമായിരുന്നു. എന്ത് അസുഖം ഉണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആളുകളെ കാശ് അവർ അവിഹിതമായിട്ട് വാങ്ങുമായിരുന്നു. ആ ജൂതന്മാർ ചെയ്യുന്ന പണികൾ ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആൾ ഇസ്മിൻ്റെ പണിക്കാർ, മട്ടക്കാർ, നോട്ടക്കാർ, മഷിട്ട് നോക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് പല പേരുകളും പറഞ്ഞ് ഈ മുൻഗാമികളായ ആ ജൂതന്മാരുടെ അതേ പണി ഇന്ന് മുസ്ലിം ലോകത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അനുവദനീയമായ പ്രവാചകൻ പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ അതല്ലാത്ത ദുർമന്ത്രവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർ പ്രയാസപ്പെട്ട സമയത്ത് അവരെ ദുരുപയോഗം ചെയ്ത് അവരെ ഈ പറയുന്ന നിലക്ക് അവരുടെ സമ്പത്തുകൾ വാങ്ങുന്ന ആളുകൾ ധാരാളം ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്. വബിദാലിക ഖാനു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ജൂതന്മാർ പറയുമായിരുന്നു, ഞങ്ങളാണ് അറിവുള്ളവർ, ഞങ്ങളാണ് ശ്രേഷ്ഠതയും ആദരവും നേതൃത്വവും ആത്മീയമായ കഴിവും പ്രാപ്തിയുമുള്ളവർ ഞങ്ങളാണ് എന്ന് അവർ ഈ മുശ്രിക്കീങ്ങളായ മദീനക്കാരായ അറബികളോട് പറഞ്ഞ് പ്രതാപം കാണിക്കുന്നവരായിരുന്നു. വക്കാനു മഹാറത്തൻ, അതിൻ്റെ പുറമെ ജൂതന്മാർ വക്കാനു മഹാറത്തൻ ഫി ഫുനൂനിൽ കസ്ബി വൽ മഈഷ, ജീവിത കാര്യങ്ങൾ ഓരോ മേഖലയിലും അതേപോലെ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നിപുണരായിരുന്നു ജൂതന്മാർ. ഇന്നും അങ്ങനെയാണ്. ലോകത്തുള്ള വലിയ വലിയ ബാങ്കുകളൊക്കെ അതിൻ്റെ സ്ഥാപകന്മാരെ പരിശോധിച്ചാൽ ജൂതന്മാരായിരിക്കും. ലോകത്തുള്ള വാർത്താ ചാനലുകളുടെ തലപ്പത്തുള്ള ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അവർ ജൂതന്മാരായിരിക്കും. ലോകത്തുള്ള വലിയ രാജ്യങ്ങൾ, അവരുടെ ആ രാജ്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ പ്രസിഡന്റുമാരെയും അവിടുത്തെ ഭരണാധികാരികളെയും തിരിക്കുന്നത് ഈ പറയുന്ന ജൂതന്മാരാണ്. ലോകം എങ്ങനെ മുന്നോട്ട് പോകണം, സമ്പത്ത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്നും അവരുടെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ. അതിൽ സമർത്ഥരായിരുന്നവർ എന്നുള്ളത്. ഫക്കാനത്ത് ഫി ഐദീഹിം, അതുകൊണ്ട് തന്നെ ആ ജൂതന്മാരുടെ കയ്യിലായിരുന്നു തിജാറത്തുൽ ഹുബൂബി വത്തമർ, കാരക്കയുടെയും ധാന്യങ്ങളുടെയും ബിസിനസ്സും കച്ചവടമൊക്കെ അവരുടെ കയ്യിലായിരുന്നു. കള്ളിൻ്റെ കച്ചവടം, അതേപോലെ വസ്ത്രത്തിൻ്റെ ബിസിനസ്, അതിൻ്റെയൊക്കെ തലപ്പത്ത് ഇവരായിരുന്നു. കാനു യസ്തൗരിദൂന സിയാബ വൽ ഹുബൂബ വൽ ഖംർ, പുറത്തു നിന്ന് വസ്ത്രങ്ങൾ, മദ്യങ്ങൾ, ധാന്യങ്ങൾ, പ്രത്യേകിച്ച് ഷാമിൽ നിന്നൊക്കെ ധാന്യങ്ങൾ, ഗോതമ്പ് പോലത്തെ ധാന്യങ്ങളൊക്കെ അവർ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. വയുസദ്ദിറൂന തമ്ര, മദീനയിലുള്ള നല്ല നല്ല കാരക്ക ഇവിടുന്ന് അങ്ങോട്ട് അവർ കയറ്റി അയക്കും ചെയ്യും. അതിന് പകരമായിട്ട് ഈ ബിസിനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നവരായിരുന്നു. കൃഷി ചെയ്യുന്നവരും കഷ്ടപ്പെടുന്നവരും അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ഔസ് ഖസറജ് ഈ പറയുന്ന ആളുകളുമായിരുന്നു. കഷ്ടപ്പാട് മുഴുവനും അവർക്ക്. വക്കാനത്തിലഹും അമാലും മിൻ ദൂനി ദാലികഹും ലഹാ ആമ, മറ്റുള്ള പല തൊഴിലുകളും വിഭവങ്ങളും അവർക്കുണ്ടായിരുന്നു. വക്കാനു യഖുദൂനൽ മനാഫിഅ മിൻ ആമത്തിൽ അറബി അദ്ആഫൻ മുളാഅഫ, പൊതു അറബികളായ മുശ്രിക്കീങ്ങളായ പ്രവാചകൻ അവിടെ ചെല്ലുന്നതിൻ്റെ മുമ്പുള്ള മുശ്രിക്കീങ്ങളായ അറബികളിൽ നിന്ന് എല്ലാവിധ വിഭവങ്ങളും ഉപകാരങ്ങളും അവരെടുക്കുമായിരുന്നു. ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ അവരങ്ങോട്ട് എടുക്കുമായിരുന്നു. തുമ്മലം യക്കൂനു യഖ്തസിറൂന അലാ ദാലിക, ഇതിന്മേൽ അവർ അവസാനിപ്പിക്കാതെ ബൽക്കാനു അക്കാലീന റിബ, പലിശ ഭക്ഷിക്കുന്നവരായിരുന്നു. പലിശക്ക് ആളുകൾക്ക് കാശ് കൊടുത്തിട്ട് യുഅ്തൂനൽ ഖുറൂദ ത്വായില, വലിയ വലിയ കടങ്ങൾ അവർ കൊടുക്കും. ലിശുയൂഖിൽ അറബി വസാദാത്തിൻ, അറബി ഗോത്രമുഖ്യന്മാർക്ക്, അവരുടെ തലവന്മാർക്ക്, ഈ പറയുന്ന അറബികളായ മുശ്രിക്കീങ്ങളായ ഗോത്രങ്ങളുടെ തലവന്മാരുണ്ടാകും, അവർക്ക് വലിയ കടങ്ങൾ കൊടുക്കും. ലിയക്സിബു ബിഹ, എന്നിട്ട് ആ കടം വാങ്ങിയിട്ട് ഗോത്രമുഖ്യന്മാർ എന്ത് ചെയ്യും? അവർ പാട്ട് കച്ചേരി ഉണ്ടാക്കും, സംഗീത കച്ചേരികൾ നടത്തും. അങ്ങനെ സംഗീതങ്ങൾ നടത്തിയാൽ അവിടെ വരുന്ന കവികളും മറ്റുള്ള ആളുകളും ഈ പറയുന്ന ഗോത്രമുഖ്യന്മാരെ പുകഴ്ത്തിക്കൊണ്ട് സദസ്സ് കളിച്ചു പാടും. അപ്പോൾ അവർക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെ കാശുകൾ കൊടുത്തിട്ട് പേരും പ്രശസ്തിക്കു വേണ്ടിയിട്ട് ആളുകളുടെ ബാദ ഇൻഫാഖിഹ മിൻ ഗൈരി ജദ്വൻ വലാ ത്വായില, ഈ പറയുന്നതല്ലാതെ ഈ സമ്പത്ത് ചെലവാക്കുന്നത് കൊണ്ട് ഈ ഗോത്രമുഖ്യന്മാർക്ക് പ്രത്യേകിച്ച് വേറൊന്നും നേടാനൊന്നുമില്ല. അങ്ങനെ ഈ കാശുകളും കടങ്ങളും ജൂതന്മാർ കൊടുക്കുന്നതിന് പകരം വക്കാനു യർത്തഹിനൂന ലഹ അർളഹ ഉലഇർ റുഅസാഇ, ഈ പറയുന്ന ഗോത്രത്തലവന്മാരുടെ ഭൂമികളുടെ കൃഷിഭൂമികൾ, അവരുടെ കൃഷികൾ, അവരുടെ തോട്ടങ്ങൾ പണമായിട്ട്, അതിന് പണയമായിട്ട് ഇങ്ങോട്ടും കൊടുക്കും. കാശ് അങ്ങോട്ട് കൊടുക്കും, പണയം ഇങ്ങോട്ട് കൊടുക്കും. സുമ്മ ലാ യൽബസൂന ഇല്ലാ അഅ്വാമൻ ഹത്താ യതമല്ലകൂനഹ, കുറച്ച് കഴിഞ്ഞാൽ ഈ വാങ്ങിയ കാശൊന്നും തിരിച്ച് ജൂതന്മാർക്ക് കൊടുക്കാൻ ഇവരെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഇന്നൊക്കെ ബാങ്കുകൾ ചെയ്യുമ്പോൾ ജപ്തി ചെയ്യുക, അത് പിടിച്ചു വാങ്ങിയിട്ട് ഈ തോട്ടങ്ങളും ഈ കൃഷിയിടങ്ങളും ഈ ഭൂമികളൊക്കെ ജൂതന്മാർ അവരെന്താവും കൊണ്ടുപോകും ഇവരെ കയ്യിൽ നിന്ന്. വക്കാനു, അതിൻ്റെ പുറമെ വക്കാനു അസ്ഹാബ ദസായിസ, ഈ പറയുന്ന ജൂതന്മാർ ഒളി അജണ്ടകളുള്ള ആളുകളായിരുന്നു.
മുആമറാത്തിൻ ഗൂഢ ലക്ഷ്യങ്ങളുള്ള ആളുകളായിരുന്നു, ഗൂഢാലോചനയും കാര്യങ്ങളും. വഉതുവിൻ വഫസാദിൻ ജനങ്ങളുടെ ഇടയിൽ കുഴപ്പങ്ങളും ശത്രുതയും വളർത്തുന്നവരായിരുന്നു. യുൽഖൂന അൽ അദാവത്ത വശഹനാ ബൈനൽ ഖബായിൽ അറബിയത്തിൽ മുജാവിറ ജൂതന്മാരുടെ അടുത്ത് മദീനയിൽ ജീവിക്കുന്ന ആ ഗോത്രങ്ങളുടെ ഇടയിൽ വിദ്വേഷവും പകയും വെറുപ്പും അവരുണ്ടാക്കും. വയുഗുറൂന ബഅളഹ അലാ ബഅളിൻ ചില കുടുംബങ്ങളെ മറ്റ് കുടുംബങ്ങളുടെ മേൽ അവർ പ്രലോഭനങ്ങൾ ഉണ്ടാക്കും. ബിഖൈദിൻ ഖഫിയ്യിൻ ഒളിഞ്ഞ മറഞ്ഞ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ലം തകുൻ തശ്ഉറുഹു തിൽക്കൽ ഖബായിൽ ഗോത്രങ്ങൾക്ക് അതറിയില്ല. ഇന്ന് ലോകത്ത് ഓരോ രാജ്യങ്ങളുടെ ഇടയിലും മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളാണെങ്കിലും അവർ തമ്മിലുള്ള ശത്രുതകളും വിദ്വേഷങ്ങളും വെച്ച് പുലർത്തിയിട്ട് ആയുധങ്ങൾ ചെലവാക്കാനും അവിടെ ആയുധങ്ങൾ കയറ്റി അയക്കാനും ആ കച്ചവടങ്ങൾ വിജയിക്കാനും ഇവരുടെ സമ്പത്തുകൾ പിടിച്ചു വാങ്ങാനും ഇന്ന് ചെയ്യുന്ന ഇതേ പണികൾ അന്നും ഈ ജൂതന്മാർ ചെയ്തിരുന്നു. അങ്ങനെ ഈ ഗോത്രങ്ങളും ഈ കുടുംബങ്ങളും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും യുദ്ധങ്ങളായിട്ട്. വലം തക്കദത്തൻ തൊഫിഉനീറാനുഹ അത് ഓരോ യുദ്ധങ്ങൾ അത് ആരംഭിച്ച് അതിൻ്റെ തീ കെട്ടടങ്ങാൻ അടുത്താകുന്നതിൻ്റെ ഇടയിൽ ഹത്താത്ത തഹറക്ക അനാമിരുൽ യഹൂദി മറത്തൻ ഉഖ്റ ലിതുഅജ്ജിജഹ മിൻ ജദീദ് ജൂതന്മാരുടെ കരങ്ങൾ വീണ്ടും അതിനെ കത്തിക്കാൻ പുതിയതായിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവർ അതിനുള്ള പണിയെടുക്കും. ഫൈദാ തമ്മലഹും ദാലിക് അങ്ങനെ അവർക്ക് കാര്യങ്ങൾ പൂർത്തിയ രണ്ട് ഗോത്രങ്ങൾ, രണ്ട് രാജ്യങ്ങൾ, രണ്ട് സമൂഹങ്ങൾ തമ്മിൽ യുദ്ധം സംഘട്ടനം ഇങ്ങനെ പൂർണ്ണമായി നടക്കുമ്പോൾ ജലസു അലാഹിയാദിൻ അവർ നിഷ്പക്ഷമതികളായിട്ട് ചെന്നിരിക്കും. ഞങ്ങൾ അവിടെയില്ല, ഞങ്ങൾ ഇവിടെയില്ല, ഞങ്ങൾ മനുഷ്യാവകാശത്തിൻ്റെ, ഞങ്ങൾ സമാധാനത്തിൻ്റെ, ഞങ്ങൾ ആളുകളുടെ ഇടയിലെ ഒത്തൊരുമയുടെ എന്ന് പറഞ്ഞു. യറൗന നതാഇജ ഹാദ തഹ്രീളി വൽ ഇഗ്റാ ആളുകളുടെയിലുള്ള ഈ വിദ്വേഷം, ഈ ശത്രുത, ഈ പ്രലോഭനം അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ അവരിങ്ങനെ കാണും. വയസ്തലിദൂന ബിമാ യഹല്ലു ബിഹാഉലാഇൽ മസാകിൻ അറബ് പാവങ്ങളായ ഈ അറബികളായ അവരിൽ അനുഭവപ്പെടുന്ന ദുരിതങ്ങൾ അത് കണ്ട് രസിക്കും. മിനത്ത ആസത്തി വൽ ബവാരി ദുരിതം, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, എന്നും സാമ്പത്തികമായ നഷ്ടങ്ങൾ. വയുസവ്വിദൂനഹും ബിഖുറൂദിൻ തഖീല രണ്ടാമത് വീണ്ടും ഭാരിച്ച കടങ്ങൾ അവരിവർക്ക് നൽകും പലിശ വാങ്ങിയിട്ട്. ഹത്താല യഹ്ജുമു അനിൽ ഹറബി ലിയസ്ൻ ചെലവില്ല, കാശില്ല എന്നാണ് യുദ്ധം നിർത്താതിരിക്കാൻ വേണ്ടി വീണ്ടും കാശ് കൊടുക്കും. വീണ്ടും ഈ ഭാഗത്ത് ഫണ്ടുകൾ കൊടുക്കും, മറ്റേ ഭാഗത്ത് ഫണ്ട് കൊടുക്കും കടമായിട്ട്. പലിശ അതിന് വേറെ ഭാഗത്തിൽ നിന്ന് വാങ്ങും. തോട്ടങ്ങളിൽ രാവും പകലുമില്ലാതെ ഇവർ അധ്വാനിക്കും. അങ്ങനെ കടം വാങ്ങും, യുദ്ധങ്ങൾ നടക്കും, ഇവിടെ കൃഷി നടക്കും, ജോലി നടക്കും. അതിൻ്റെയൊക്കെ പഴങ്ങളൊക്കെ വിഭവങ്ങളൊക്കെ അതിന് പറിച്ചെടുക്കാനാകുന്ന സമയത്ത് കണക്കോളം വന്നിട്ട് ജൂതന്മാർ വന്നിട്ട് പഴങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. വളരെ തുച്ഛമായത് മാത്രം ഈ പാവങ്ങളായ കർഷകരായ ആളുകൾക്ക് ബാക്കി വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ. എന്നും ജോലിയും എന്നും കഷ്ടപ്പാടും എന്നും ത്യാഗവും നേട്ടം മുഴുവനും ജൂതന്മാർ ഈ പറയുന്ന കൗശലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോകുമായിരുന്നു. കാനു യഹ്സുലൂന അലാ ഫായിദതൈൻ കബീറതൈൻ വലിയ രണ്ട് നേട്ടം ഈ ജൂതന്മാർക്ക് ലഭിക്കുമായിരുന്നു. ഒന്നാമത്തേത് അൽ ഇഹ്തിഫാദു അലാ കയാനിഹിമുൽ യഹൂദി അവരുടെ ജൂത ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു സ്ഥാനം അത് നിലനിർത്തുക എന്നുള്ളത് മേൽക്കോയ്മയെന്നും അവർക്കായിരിക്കും. വഇൻഫാഖി സൂഖി റിബ പലിശയുടെ മാർക്കറ്റ് അത് ചെലവാക്കുക, പലിശ ചെലവാക്കിയിട്ട് മാർക്കറ്റ് വികസിപ്പിക്കുക എന്നുള്ളത്. ലിയഅ്കുലൂഹു അദ്ആഫൻ മുദാഫ് അധ്വാനമില്ലാതെ പാവങ്ങളായ ആളുകളുടെ സമ്പത്ത് ഇരട്ടിയുടെ മേലെ ഇരട്ടിയായിട്ട് അവരത് ഉപയോഗിക്കാൻ വേണ്ടി വയക്സിബു തർവാത്തിൻ തായിൽ ഒമ്പിച്ച സമ്പത്ത് അവർക്ക് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ വക്കാനത്ത് ഫീ യസ്രിബ മിൻഹും സലാസു ഖബായില മഷ്ഹൂറ ജൂതന്മാരുടെ പ്രസിദ്ധമായ 3 ഗോത്രങ്ങളാണ് മദീനയിലുണ്ടായിരുന്നത്. 3 ഗോത്രങ്ങൾ. ഒന്നാമത്തത് ബനൂ ഖൈനുഖ എന്ന പേരിലുള്ളവർ. വക്കാനു ഹുലഫാ അൽ ഖസ്റജ് അവർ ഖസ്റജ് എന്ന് പറയുന്ന മുശ്രിക്കീങ്ങളായ ആ കുടുംബത്തിനോട് സഖ്യം ചെയ്ത അവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടവരായിരുന്നു. വക്കാനത്ത് ദിയാറുഹും ദാഖിലൽ മദീന മദീനയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൻ്റെ ശേഷം രൂപപ്പെട്ട ആ മദീനയുടെ ഉള്ളിൽ ആ പ്രദേശത്ത് തന്നെയായിരുന്നു ബനൂ ഖൈനുഖ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ബനു നളീർ അവരും തന്നെ ഖസ്റജ് എന്ന് പറയുന്ന ഈ അറേബ്യൻ ഗോത്രവുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടവരായിരുന്നു. വക്കാനത്ത് ദിയാറുഹും ബിളവാഹിൽ മദീന അവരത് തന്നെ മദീനയുടെ പ്രാന്തപ്രദേശത്തായിരുന്നു. ബനൂ ഖുറൈള മറ്റൊരു ഗോത്രം. വക്കാനു ഹുലഫാ അൽ ഔസ് അവർ ഔസ് എന്ന് പറയുന്ന ആ ഗോത്രവുമായി സഖ്യത്തിലായിരുന്നു. വക്കാൻ ദിയാറുഹും ബിളവാഹിൽ മദീന മദീനയുടെ പ്രാന്തപ്രദേശത്ത് പട്ടണത്തിൻ്റെ ഉള്ളിലല്ല അതിനുള്ള പരിസരത്ത് പ്രദേശത്തായിരുന്നു അവരുടെ താമസവും കാര്യങ്ങളുണ്ടായിരുന്നത്.
വഹാദിഹിൽ ഖബായിൽ, ഈ പറയുന്ന ഗോത്രങ്ങൾ ഹിയല്ലത്തി കാനത്ത് തുസീറുൽ ഹുറൂബ ബൈനൽ ഔസി വൽ ഖസ്റജി മുൻദു അമദിൻ ബഈദ്, വർഷങ്ങളായിട്ട് ഈ ജൂതന്മാരാണ് അറബികളായ ഔസ് ഖസ്റജിന്റെ ഇടയിലെ യുദ്ധങ്ങളെ കത്തിച്ചിരുന്നതും അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തിയ ആളുകൾ ആ യുദ്ധം ഇളക്കി വിട്ടിരുന്നത് ഈ ജൂതന്മാരായ ഗോത്രങ്ങൾ. വഖത് സാഹമത് ബി അൻഫുസിഹാ ഫി ഹർബി ബുആത്ത്, ബുആത്ത് എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ ജൂതന്മാർ നേരിട്ട് തന്നെ അവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കുല്ലുൻ മാ ഹുലഫാഇഹ, ഔസിന്റെ അവരോടുള്ള സഖ്യത്തിലുള്ളവർ അവരെ കൂടെ, ഖസ്റജിനോട് സഖ്യത്തിലുള്ള ആളുകൾ അവരെ കൂടെ. ഇങ്ങനെ വതബഅൻ, സ്വാഭാവികമായും ഫഇന്നൽ യഹൂദ ലം യകുൻ യർജാ മിൻഹും അൻ യൻദുറു ഇല, ഇങ്ങനത്തെ ഈ വിദ്വേഷവും ശത്രുതയുമുള്ള ജൂതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തുമായി ചെല്ലുമ്പോൾ അവരൊരിക്കലും ആ ഇസ്ലാമിനെ ഒരു നല്ല കണ്ണുകൊണ്ട് സ്വീകാര്യതയുടെ കാഴ്ച, സ്വീകാര്യമായിട്ട് അതിനെ സ്വീകരിക്കുന്ന, ഇരു കയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ അവർക്കില്ലായിരുന്നു. അവർ സ്വീകരിക്കുന്ന അവസ്ഥയിൽ അല്ലായിരുന്നു. ഈ പറയുന്ന ജൂതന്മാരായിരുന്നില്ല യുർജാമിനും അവരിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ വകയില്ലായിരുന്നു അൻ യൻദുറു ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവർ നോക്കുന്ന കാര്യം ഇല്ലാ ബി ഐനിൽ ബുഗ്ളി വൽ ഹഖ്, വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ കണ്ണുകൊണ്ടല്ലാതെ അല്ല, സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വന്നു എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന യാതൊരു അവസ്ഥയിൽ പ്രതീക്ഷയും അവരിൽ നിന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ഫർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ലം യകുൻ മിൻ അബ്നാഇ ജിൻസിഹിം, ബനു ഇസ്രായേൽപ്പെട്ട ആളായിരുന്നില്ല, അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നില്ല. ഹത്താ യുസക്കിന ജഅശ അസബിയതിഹിൽ ജിൻസിയത്തില്ലതി കാനത് മുസൈത്തിറതൻ അലാ നഫ്സിയാതിഹിം വഅഖലിയതിഹിം, അവരുടെ മനസ്സിലും ശരീരത്തിലും ആധിപത്യം പുലർത്തിയിരുന്ന അവരുടെ ആ ഒരു പക്ഷപാതിത്വമുണ്ട്. അവരുടെ പക്ഷപാതിത്വം അവരുടെ കുടുംബത്തിൽ അവരുടെ ആളുകൾ വന്നാലേ സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. പ്രവാചകൻ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. വദാവത്തുൽ ഇസ്ലാം, അതോടുകൂടെ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറയുന്നത് ലം തകുൻ ഇല്ലാ ദഅവത്തൻ സ്വാലിഹത്തൻ തുഅല്ലിഫ് ബൈന അഷ്താത്തിൽ ഖുൽ, ഛിന്ന ഭിന്നമായി കടക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സുകളെ കൂട്ടിയണക്കുന്നതാണ് ദീനുൽ ഇസ്ലാം. ജൂതന്മാരി എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇണങ്ങി ഒത്തൊരുമിച്ച് പോകുന്ന ആളുകളെ ഛിദ്രതയിലാക്കുക എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. അപ്പോൾ ഒത്തൊരുമയിൽ പോകുന്ന ഒരു കുടുംബമാണ്, അതല്ലെങ്കിൽ ഒരു സമൂഹമാണ്, അതൊരാൾക്കൂട്ടമാണ്. അവരിൽ വിഷത്തിന്റെ ഈ പറയുന്ന ഛിദ്രതയുടെ വിത്ത് ആര് പാകുന്നുണ്ടെങ്കിൽ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ പ്രവർത്തനം ജൂതന്മാരെ അനുകരിക്കലാണ്. ദീനുൽ ഇസ്ലാമിന്റെ അതിന്റെ പ്രബോധനം എന്ന് പറയുന്നത് ഛിന്ന ഭിന്നമായി വേർപിരിഞ്ഞ് കിടക്കുന്ന, കൂട്ടം തെറ്റി നിൽക്കുന്ന ആളുകളെ ഒത്തൊരുമിപ്പിക്കുക എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത്. അങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിന്റെ, അത് ആളുകളെ നന്നാക്കുന്നതാണ്, ആളുകളുടെ ഇടയിലെ ശത്രുതയും വിദ്വേഷത്തിനെയും കെടുത്തുന്നതാണ്. അതേപോലെ തന്നെ വത്തദു ഇലൽ ഇൽതിസാമിൽ അമാനത്തി ഫി കുല്ലി ശുഊൻ, എല്ലാ കാര്യത്തിലും അമാനത്ത്, വിശ്വസ്തത, ഏറ്റെടുത്ത ബാധ്യതകൾ, ഉത്തരവാദിത്ത ബോധങ്ങൾ അത് കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. അതേപോലെ ഇല തഖയ്യുദി ബി അക്ലിൽ ഹലാലി മിൻ തയ്യിബിൽ അംവാൽ, നല്ല സമ്പത്ത് ഹലാല് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി എങ്ങനെയെങ്കിലും നേടിയെടുത്ത് സമ്പാദിച്ചിട്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ജൂതന്മാരുടെ മെന്റാലിറ്റി, അതാണ് അവരുടെ നിലപാട്, അതാണ്. എന്നാൽ ദീനുൽ ഇസ്ലാം ഹലാലായ ത്വയ്യിബായത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം വമാന കുല്ലി ദാലിക്, ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം അന്ന ഖബാഇല യസ്രിബൽ അറബിയത്തി സതതആലഫു ഫീമാ ബൈനഹാ, ഈ പ്രവാചകൻ വന്നു ഔസിലും ഖസ്റജിലും പെട്ട ആളുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഒത്തൊരുമയിൽ വരും. ഇസ്ലാം അവരെ ഒത്തൊരുമിപ്പിക്കും. അതേപോലെ തന്നെ അവരുടെ സമ്പത്തുകളിലുള്ള ഹറാമായതൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ഹലാലായ സമ്പത്ത് നേടാൻ അവർ പഠിക്കും. അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, സാമൂഹികമായ ഒത്തൊരുമയുണ്ടാകും പ്രവാചകൻ വന്നാൽ. ഇദ്ദേഹം കാരണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ വഹീന ഇതില്ലാ ബുദ്ധമിൻ അൻ തുഫ്ലിത മിൻ ബറാത്തിനിൽ യഹൂദ്, ജൂതന്മാരുടെ ഈ ശല്യത്തിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ മദീനക്കാരായ ആളുകൾ കഴിച്ചിലാകും, നമ്മളെ പിടുത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. ഫയഫ്ശുലു നശാതുഹും അത്തിജാരി, അപ്പൊ ജൂതന്മാരുടെ ആ സാമ്പത്തികമായ ബിസിനസ് പരമായ അവരുടെ ഉന്മേഷങ്ങളും അവരുടെ അഭിവൃദ്ധിയും അതൊക്കെ തകരും. വയുഹർരിമൂന അംവാല റിബ, പലിശയുടെ സമ്പത്ത് ഇവർ നിഷിദ്ധമാക്കും. ഈ പലിശയുടെ സമ്പത്താണ് ജൂതന്മാരുടെ അഭിവൃദ്ധിക്കുള്ള കാരണമായി അവർ കണ്ടുവച്ചിരുന്നത്. അതേപോലെ ബൽ യഹ്തമിലു അൻ തതയഖള തിൽകൽ ഖബായിൽ, ഈ അറബികളായ ഗോത്രക്കാർ അവർ ഉണർന്ന് ഉന്മേഷത്തോടുകൂടെ അഭിവൃദ്ധിപ്പെടും.
ഫതദ്ഖുലു ഫീ ഹിസാബിഹാ അൽ അംവാലു റിബവിയ്യത്തു ലത്തി അഖദതുഹാ അൽ യഹൂദ്. ജൂതന്മാരായ ആളുകൾ ഇത്രയും കാലം ഇവരിൽ നിന്ന് അവിഹിതമായി കൊണ്ടുപോയ സമ്പത്തൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ മുസ്ലിമീങ്ങൾ, ഈ ആളുകൾ പ്രവാചകന്റെ കൂടെ കൂടി തിരിച്ചു പിടിക്കും, അവർ ബോധവാന്മാരാകും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യഹൂദികൾ അത് മുൻകൂട്ടി കണ്ടപ്പോൾ അവരൊരിക്കലും പ്രവാചകന്റെ ദഅവത്ത് സ്വീകരിക്കാനോ ആ പ്രവാചകന്റെ കൂടെ കൂടാനോ ആ പ്രവാചകനെ ഇഷ്ടപ്പെടാനോ അവരൊരിക്കലും തയ്യാറായിരുന്നില്ല. ചുരുക്കി പറഞ്ഞു. ഈ കാര്യങ്ങൾ മുഴുവനും ജൂതന്മാര് അവര് കണക്ക് കൂട്ടിയപ്പോൾ അന്ന ദഅവത്തൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രബോധനം തുഹാവിലുൽ ഇസ്തിഖ്റാറ ഫീ യസ്രിബ്, മദീനയിൽ ജൂതന്മാരുടെ നിലനിൽപ്പിനത് ബാധിക്കും. വലിദാലിക കാനു യുബ്തിനൂന അശദ്ദൽ അദാവത്തി ളിദ്ദൽ ഇസ്ലാം, അതുകൊണ്ട് തന്നെ ജൂതന്മാർ കഠിനമായ ശത്രുത ദീനുൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ അവർ ഉള്ളിൽ മറച്ചു വച്ചിരുന്നു. വളിദ്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് എതിരായിട്ടും. മുൻദു അൻ ദഖല യസ്രിബ്, യസ്രിബിൽ പ്രവാചകൻ വന്നോടെ മുതൽ. വഇൻ കാനൂ ലം യതജാസറു അലാ ഇദ്ഹാരിഹാ ഇല്ലാ ബഅദ ഹീൻ, തുടക്കത്തിൽ തന്നെ പ്രവാചകനോടും ഇസ്ലാമിനുള്ള ശത്രുത അത് പ്രകടിപ്പിക്കാൻ, പുറത്ത് കാണിക്കാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. പുറത്ത് കാണിക്കാൻ ജൂതന്മാർക്ക് ആദ്യ സമയത്ത് തന്നെ ധൈര്യമില്ലായിരുന്നു. പക്ഷേ അവർ ഓരോ കാര്യങ്ങളും ഓരോ കാലഘട്ടത്തിലും അങ്ങനെ പ്രത്യക്ഷത്തിൽ പരസ്യമായി അവർ ചെയ്യൂല. പലപ്പോഴും അവർ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അവർക്കുള്ള നേട്ടത്തിന് വേണ്ടി, അവർക്കുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി, അവർ കരുതിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ കൂടെ മറ്റുള്ളവർ പ്രത്യക്ഷത്തിൽ കാണാത്ത അറിയാത്ത കൗശലങ്ങൾ അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് അവർ ഉപയോഗപ്പെടുത്തും. ഇന്നും ജൂതന്മാർ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് താനും. ഇന്നും ലോകത്ത് ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അവരിൽ നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കുഫാറുകൾ മുശ്രിക്കീങ്ങളും ആ പറയുന്ന കൗശലങ്ങളും കുതന്ത്രങ്ങളും തന്നെയാണ് അവരും പയറ്റുന്നത്. പക്ഷേ യഥാർത്ഥ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി പാലിക്കാൻ, ഖുർആനും സുന്നത്തും അത് കൃത്യമായി പാലിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും മുസ്ലിമീങ്ങൾ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ചതിയുടെയും വഞ്ചനയുടെയും തന്ത്രങ്ങളുടെയും അതിൻ്റെ വക്താക്കളാണെങ്കിലും അവരിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് രക്ഷയും സുരക്ഷയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. അള്ളാഹു ദീനിൻ്റെ ശത്രുക്കളെ, ഈ ചതിയന്മാരെ, വഞ്ചകന്മാരായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചുകെട്ടുകയും തകർക്കുകയും ചെയ്യും. പക്ഷേ ആളുകൾ ബോധവാന്മാരാവണം, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി പാലിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഓരോ കാലഘട്ടത്തിലും സത്യങ്ങൾ അങ്ങനെയാണ്. ഓരോ കാലഘട്ടത്തിലും ജൂതന്മാർ അവരുടെ കുതന്ത്രങ്ങളും ചതികളും വഞ്ചനകളുമായി മുന്നേറുമ്പോൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ദീനും അതിൻ്റെ അധ്യാപനങ്ങളുമായി മുന്നേറിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അവരുടെ ചതിയിൽ നിന്നും വഞ്ചനകളിൽ നിന്നും രക്ഷയും മോചനവും നൽകും എന്നുള്ളതാണ്. വയദ്ഹറു ദാലിക ജലിയൻ, ഈ ജൂതന്മാർക്ക് പ്രവാചകനോട് അതിന് മാത്രമുള്ള ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വെളിവാക്കി തരുന്ന ഒരു സംഭവം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മുൽ മുഅ്മിനീൻ സഫിയ്യ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ഹദീസിന്റെ മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ ഇതിൽ ദുഅഫുണ്ട്, ബലഹീനത ഉണ്ട് എന്ന് പറയുന്നതാണ്. പക്ഷെ എന്നാൽ ചരിത്രകാരന്മാരായ പല പണ്ഡിതന്മാരും ഈ വിഷയം അവരത് പറയുന്നുണ്ട്. ജൂതന്മാർക്കുള്ള ഒരു അനുഭവം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി പറയാണ്, ഹുദ്ദിസ്തു അൻ സഫിയ്യത്ത്, അവിടെയാണ് ഈ ഹദീസിന്റെ ബലഹീനത. സഫിയ്യ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റിപ്പോർട്ട് നേരിട്ട് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ സനദിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് പ്രസിദ്ധമായ ഒരു സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഹുയയ് ഇബ്നു അഖ്തബിന്റെ മകളായ സഫിയ്യ റളിയല്ലാഹു അൻഹ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. സഫിയ്യ റളിയല്ലാഹു അൻഹ ശേഷം വരും അവരുടെ ചരിത്രം. ഹുയയ് ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന ജൂതന്മാരുടെ തലവനായിരുന്നു. അന്നഹ ഖാലത്ത്, അവർ പറയാണ്, കുന്തു അഹബ്ബ വലദി അബി ഇലൈഹി, ഹുയയ് ഇബ്നു അഖ്തബ് എന്ന പിതാവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളായിരുന്നു ഞാൻ. ഇല അമ്മി അബി യാസിർ, അതേപോലെ ഹുയയ് എൻ്റെ സഹോദരൻ അബൂ യാസിർ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. വലം അൽഖഹുമാ ഖത്തുമാ വലദില്ലഹുമാ ഇല്ലാ അഖദാലി ദൂനഹു, അവരുടെ മറ്റു മക്കളുടെ കൂട്ടത്തിൽ എന്നെ കണ്ടാൽ അവർ എന്നെ പ്രത്യേകിച്ച് പരിഗണിക്കലുണ്ടായിരുന്നു. സഫിയ്യ റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെ ഫലമ്മാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, പ്രവാചകൻ മദീനയിലേക്ക് വന്നു. ഖുബായിലാണ് ഏറ്റവും ആദ്യം ബനു അംർ ഇബ്നു ഔഫിന്റെ അവിടെയാണ് താമസിച്ചത്, നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ആളുകളെല്ലാവരും പ്രവാചകനെ കാണാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പിതാവ് ഹുയയ് ഇബ്നു അഖ്തബും അങ്ങോട്ട് പോയി. എന്താണ് അവസ്ഥ, എന്താണ് ആരാണ് നോക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് അറിവും വിവരമുണ്ടായിരുന്നു. പ്രവാചകൻ്റെ അടയാളങ്ങളൊക്കെ തൗറാത്ത് ഇഞ്ചീലൊക്കെ വന്നത് അവർക്ക് അറിയുമായിരുന്നു. എൻ്റെ പിതാവ് പോയി, ഹുയയ് ഇബ്നു അഖ്തബ് പോയി. അമ്മി അബൂ യാസിറിൻ ഇബ്നു അഖ്തബ് മുഗല്ലിസീൻ എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പുള്ള ഫജ്ർ കഴിഞ്ഞ സമയത്ത് തന്നെ, ആ ഇരുളിങ്ങനെ പകർന്ന സമയത്ത് തന്നെ അവർ പോയി, നേരത്തെ പോയി നിർത്തും. ഖാലത്ത്,
അവർ സുഫിയ റളിയല്ലാഹു പറയാം. അങ്ങനെ ഫലം യർജി ഹത്താ കാന മാ ഖുറൂബി ഷംസ്, ഖുബയിലേക്ക് പോയിട്ട് അങ്ങനെ ആ പകൽ സമയത്ത് അവിടെ നേരത്തെ എത്തി, അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടി സൂര്യൻ അസ്തമിക്കുന്ന മഗ്രിബിന്റെ ആ സമയത്താണ് അവർ പിന്നെ മടങ്ങി വരുന്നത്. ഖാലത്ത്, അവർ പറയാണ്, ഫഅതയാ കാലൈനി കസ്ലാനൈൻ സാഖിതൈൻ യംഷിയാനിൽ ഹുവൈൻ, അവർ ആകെ അലസരായി, മനസ്സ് ചത്തവരായി, തളർന്നവരായി, പയ്യെ പയ്യെ നടക്കുന്നവരായി, ആകെ ക്ഷീണിതരായി, അവരുടെ ആരോഗ്യവും ഉന്മേഷവും തകർന്നവരായിട്ടാണ് തിരിച്ചു വന്നത്. ഖാലത്ത്, അങ്ങനെ വന്ന സമയത്ത് ഫഹശസ്തു ഇലൈഹിമാ കമാ കുന്തു അസ്ന, വാപ്പയും പിതാവിൻ്റെ സഹോദരനും രണ്ട് പിതൃവിനും വന്ന സമയത്ത് സാധാരണ അവരുടെ അടുത്തേക്ക് ഓടി കുട്ടികൾ ചെല്ലുന്നത് പോലെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഫവല്ലാഹി മൽതഫത ഇലയ്യ വാഹിദും മിൻഹുമാ, എൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല അവർ രണ്ടുപേരും. സാധാരണത്തിൽ അനുഭവം, സാധാരണത്തിൽ പെരുമാറ്റമല്ല. മാമാ ബിഹിമാ മിനൽ ഗം, വലിയ ടെൻഷൻ അവർക്കുണ്ട്, മാനസികമായി വല്ലാത്ത വിഷമം അവരനുഭവപ്പെടുന്നു. ഖാൽ വസമിഅതു അമ്മി അബാ യാസിറിൻ, എൻ്റെ പിതൃവ്യനായ അബൂ യാസിർ പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ പിതാവിനോട് ഹുയയ് ഇബ്നു അഖ്തബിനോട് പറയാം, അഹുവ ഹുവ അഹുവ ഹുവ, ആ പറഞ്ഞ ആളിനെയാണോ അത്? അഥവാ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ റസൂല് ആ വ്യക്തി തന്നെയാണോ ഇദ്ദേഹം എന്ന് ചോദിക്കുകയാണ്. ഖാല നഅം വല്ലാഹ്, ഹുയയ് ഇബ്നു അഖ്തബ്, അതേ, അള്ളാഹുവാണ് സത്യം, ആ വ്യക്തി തന്നെയാണ്, നമ്മുടെ കിതാബുകളിൽ അടയാളങ്ങൾ പരാമർശിക്കപ്പെട്ട വ്യക്തി തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഖാല അതഅരിഫുഹു വതുസ്ബിതുഹു, നിനക്ക് കൃത്യമായിട്ട് മനസ്സിലായോ, നീ അത് സ്ഥിരീകരിച്ചോ? ഖാല നഅം, ഞാൻ അതേ, ഞാൻ സ്ഥിരീകരിച്ചു, അടയാളും കാര്യങ്ങളും പെരുമാറ്റവും കാര്യങ്ങളും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഖാല ഫമാ ഫീ നഫ്സിക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സഹോദരനോട് ചോദിക്കുക, എന്താണ് അഭിപ്രായം, എന്താ ചെയ്യുന്നു? ഖാല അദാവതുഹു വല്ലാഹി മാ ബഖി, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും അവനോട് ശത്രുത വെച്ച് പുലർത്തും, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും അവനോട് ശത്രുത വെച്ച് പുലർത്തും. ഹുയയ് ഇബ്നു അഖ്തബിനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗോത്രവുമായുള്ള കരാറൊക്കെ പൊളിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിനെ വധിക്കാൻ വേണ്ടിയുള്ള കൽപ്പന വന്നിട്ട് കൊല്ലപ്പെടുന്ന ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുയയ് ഇബ്നു അഖ്തബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അള്ളാഹുവിൻ്റെ ശത്രുവായ മനുഷ്യനെ നിന്നെ വധിക്കാൻ അള്ളാഹു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ? അപ്പോൾ ഹുയയ് ഇബ്നു അഖ്തബ് പറഞ്ഞു, ശരിയാണ്, ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ പോലും എന്നോടുള്ള വെറുപ്പ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നോട് വെറുത്തതിൻ്റെ പേരിൽ. അള്ളാഹുവിൻ്റെ തീരുമാനം ഇതാണ്, അങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതിന് മാത്രം ശത്രുതയുണ്ടായിരുന്നു എന്നും അവർ വായ തുറന്നാൽ കളവ് പറയും എന്നുള്ളതിന് തെളിവായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഒരു സംഭവം ഈ ശേഷം പറയുന്നു. അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു മുസ്ലിമായ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറയുന്ന ജൂത പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖ സ്ഥാനത്തുള്ളൊരു വ്യക്തിയായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബിൻ സലാം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, മഹാനായ സഹാബിയായതാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഫഖദ് കാന ഹബറൻ മിൻ ഫതാഹിലി ഉലമാഇൽ യഹൂദ്, ജൂത പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്ന വലിയ ഒരു പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു. അങ്ങനെ വലമ്മാ സമിഅ ബി മഖ്ദമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫി ബനി നജ്ജാരി ജാഅഹു മുസ്താജിലൻ, പ്രവാചകൻ ഖുബയിൽ നിന്ന് ബനി നജ്ജാർ ഗോത്രക്കാരുടെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആ വീട്ടിൽ വന്ന് താമസിച്ച ആ സമയത്ത് അദ്ദേഹം വേഗതയിൽ പ്രവാചകനെ കാണാൻ വേണ്ടി വന്നു. ഈ പറയുന്ന ജൂത പണ്ഡിതന്മാരും ജൂത പ്രമുഖരും ഇങ്ങനെ വരുന്നത് ഇദ്ദേഹം അവരുടെ ഗ്രന്ഥങ്ങളിൽ അടയാളങ്ങൾ പരാമർശിക്കപ്പെട്ട ഒറിജിനൽ യഥാർത്ഥ പ്രവാചകനാണോ എന്ന് ഉറപ്പുവരുത്താൻ തന്നെയാണ് വരുന്നത്. അതേപോലെ ഇദ്ദേഹം വന്നു. അങ്ങനെ അൽഖാ ഇലൈഹി അസ്ഇല, ചില ചോദ്യങ്ങൾ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, തൗറാത്ത് ഇൻജീലിനെ കുറിച്ച് വളരെ അവഗാഹമുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പല ചോദ്യങ്ങളും ചോദിച്ചു. ലാ യഅലമുഹാ ഇല്ലാ നബി, ഒരു പ്രവാചകനില്ലാതെ അതിൻ്റെ ഉത്തരം പറയാൻ കഴിയാത്ത അത്ര വലിയ ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊക്കെ മറുപടികൾ പറഞ്ഞപ്പോൾ വലമ്മാ സമിഅ റുദൂദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹ, പ്രവാചകൻ അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇദ്ദേഹം റസൂലാണ്, നബിയാണ് എന്ന്. ആമന ബിഹി സാഅതഹു വ മകാന, ആ സ്ഥലത്ത് വെച്ച് ആ സമയത്ത് തന്നെ ആ സ്പോട്ടിൽ വെച്ച് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു. തുമ്മ ഖാല ലഹു, എന്നിട്ട് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ യഹൂദ ഖൗമുൻ ബുഹ്തുൻ, പ്രവാചകരെ ജൂതന്മാരി എന്ന് പറഞ്ഞാൽ വാ പൊളിച്ചാൽ കളവ് പറയുന്ന ആളുകളാണ്, കള്ള ആരോപണങ്ങൾ നടത്തുന്ന ആളുകളാണ്, വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ്. അതുകൊണ്ട് ഇൻ അലിമു ബി ഇസ്ലാമി, ഞാൻ മുസ്ലിമായിട്ടുണ്ട് എന്ന് അവർ അറിഞ്ഞാൽ ഖബല അൻ തസ്അലഹും,
അവരോട് ചോദിക്കുന്നതിൻ്റെ മുമ്പ് കാര്യങ്ങൾ ആദ്യം ചോദിച്ച് ഉറപ്പുവരുത്താതെ ഞാൻ മുസ്ലിമായി എന്ന് ഒറ്റടിക്ക് അവരോട് പറഞ്ഞാൽ ബഹത്തൂനി അഴിന്തക്ക്, നിങ്ങളെടുത്ത് വെച്ച് എന്നെക്കുറിച്ചില്ലാത്ത ആരോപണങ്ങൾ അവർക്കുണ്ടാകൂല. ഒറ്റടിക്ക് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം മുസ്ലിമായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ മുസ്ലിമായി എന്ന് പറയാതെ അവരോട് നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് ചോദിക്കുന്ന അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ഫഅർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ജൂതന്മാരിലെ മറ്റുള്ള പുരോഹിതന്മാരും പണ്ഡിതന്മാരും പ്രമുഖരുണ്ട്, അവർക്ക് ആളെ പറഞ്ഞയച്ചു. അങ്ങനെ ജൂതന്മാർ വന്നു. വദഖല അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നു ചെയ്തു. അവരുടെ മുന്നിലേക്ക് വരാതെ, പ്രത്യക്ഷത്തിലേക്ക് വരാതെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്നിട്ട് പ്രവാചകൻ അവരോട് ചോദിച്ചു, അയ്യു റജുലിൻ ഫീക്കും അബ്ദുല്ലാഹി ഇബ്നു സലാം, നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന പണ്ഡിതനുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അവർ പറഞ്ഞു, അയലമുന വബനു അയലമിന, ഞങ്ങളിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതനാണ്, നല്ല വിവരം പഠിപ്പുള്ള പിതാവിൻ്റെ മകനാണ്. വേറെ റിവായത്തിൽ പറയുന്നത് വ അഖ്യറുന വബനു അഖ്യരിന, ഞങ്ങളിൽ ഏറ്റവും ഉത്തമനാണ്, ഏറ്റവും ഉത്തമന്റെ മകനാണ്. വേറെ റിവായത്തിൽ സയ്യിദുന വബനു സയ്യിദിന, നേതാവാണ്, നേതാവിൻ്റെ മകനാണ്. ഖൈറുന വബനു ഖൈരിന വ അഫ്ളലുന വബനു അഫ്ളൽ, ഇല്ലാത്ത പ്രശംസയും ഇല്ലാത്ത ആദരവും ഇതൊക്കെ പറഞ്ഞു. തയ്യിബ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അഫറഅയ്തും ഇൻ അസ്ലമ അബ്ദുല്ലാഹ്, ഈ ഇത്ര ഉത്തമനായ അബ്ദുല്ലാഹി ഇബ്നു സലാം പണ്ഡിതനാണ്, ഉത്തമനാണെങ്കിൽ അദ്ദേഹം മുസ്ലിമായി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾക്കും ഇസ്ലാം സ്വീകരിച്ചൂടെ? അപ്പം അവർ പറഞ്ഞു, അഅദഹുല്ലാഹു മിൻ ദാലിക, അയാളൊക്കെ മുസ്ലിമാകെ അല്ലാഹു തആല അദ്ദേഹത്തിനെ കാത്തു രക്ഷിക്കട്ടെ, ഇത് സ്വീകരിക്കേ. മറത്തൈനി ഔ തലാത്ത, 2 പ്രാവശ്യം ജൂതന്മാരത് പറഞ്ഞു. അഅദഹുല്ലാഹു മിൻ ദാലിക, അഅദഹുല്ലാഹു മിൻ ദാലിക എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖറജ ഇലൈഹിം അബ്ദുല്ലാഹി ഫഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ജൂതന്മാർ പറഞ്ഞു, ഷർറുനാ വബനു ഷർരിന, ഇത്തരം ദുഷിച്ച ഒരാളില്ല, ഇത്തരം വൃത്തികെട്ടവൻ്റെ മകൻ. വഖഉ ഫീഹി, ഇല്ലാത്ത ആക്ഷേപങ്ങളും വിമർശനങ്ങളും മഹാനായ ആ മനുഷ്യനെ കുറിച്ച് അവർ പറഞ്ഞു. വഫീ ലഫ്ളിൻ ഫഖാല, അപ്പോൾ മറ്റു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, യാ മഅശറൽ യഹൂദ്, ജൂത സമൂഹമേ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവനാണ് സത്യം. ഇന്നക്കും ലതഅലമൂന അന്നഹു റസൂൽ, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല, ഈ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് പറഞ്ഞു, ജൂത സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അള്ളാഹുവിൽ ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. നിങ്ങൾക്കത് അറിയും ചെയ്യും, നിങ്ങൾക്കതറിയും ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്. വഅന്നഹു ജാഅ ബിഹഖ്ഖിൻ, ഹക്കുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ ഫഖാലു കദബ്താനി, കളവാണ് പറയുന്നത് എന്ന്. ജൂതന്മാർക്ക് അറിയുമായിരുന്നു, അദ്ദേഹത്തിന് അറിയുന്ന സത്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ദീന് നമ്മൾ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കിയ സത്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് ബാത്തിലൊക്കെ പോയ ആളുകളാണെങ്കിൽ, സമസ്തക്കാരെ കൂടെ പോയ, തബ്ലീഗിൻ്റെ കൂടെ പോയ, ഖുറാഫികളെ കൂടെ പോയ, ഷിർക്കിൻ്റെ ആളുകളെ കൂടെ പോയ, അതല്ലെങ്കിൽ ഹവൻ്റെ ആളുകളെ കൂടെ, തീവ്രവാദ നിലപാട് സ്വീകരിച്ച ആളുകളൊക്കെ ആണെങ്കിൽ ഹക്ക് മനസ്സിലായാൽ, സത്യം മനസ്സിലായാൽ അത് തുറന്ന ആളുകളോട് പറയണം. തൗബ, അതിൻ്റെ തൗബ അങ്ങനെയാണ്. ബാത്തിലിൽ ജീവിച്ച ഒരാളാണെങ്കിൽ അവരാളുകളെ വഴികേടിലേക്കൊക്കെ കൊണ്ടുപോയി ദഅവത്തും പ്രബോധനം എഴുത്തും കുത്തും നടത്തിയ ആളുകളാണെന്നെങ്കിൽ അവരുടെ തൗബയിൽ ഈ പറയുന്ന തൗബയുടെ മറ്റ് ഷർത്തുകളുടെ പുറമെ വബയ്യനു എന്ന സത്യം ആളുകൾക്ക് അത് കൃത്യമായി വിവരിച്ചു കൊടുക്കണം. ഇത്രയും കാലം എൻ്റെ അടുത്ത് ബാത്തിലേനു, ഞാൻ മനസ്സിലാക്കിയത് തെറ്റേനു, ആ പറയുന്ന തെറ്റ് അത് ഞാൻ തിരുത്തി, ഞാനിപ്പോൾ മനസ്സിലാക്കി സത്യം ഇന്നതാണ്, തൗഹീദ് ഇന്നതാണ്, സുന്നത്ത് ഇന്നതാണ്, അതിൻ്റെ ആളുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകളുണ്ട് അങ്ങനെ, നമ്മൾ പറയുന്നതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിലുള്ള വലിയ വലിയ ആലിമാണ്, വലിയ ഷെയ്ഖാണ്, യമനിലുള്ളവർ, മിസ്രിലുള്ളവർ, സൗദിയിലുള്ളവർ ഷെയ്ഖാണ്, ആലിമാണ്, വേറെല്ലോലാണ് എന്ന് പറയും. അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ ആ പറഞ്ഞ ആൾ ജർഹാണ്, അത് മജ്റൂഹാണ്, ആളെ സ്വീകരിക്കാൻ പറ്റൂല, അയാളെ എലുമെടുക്കാൻ പറ്റൂല, അയാളെ ഉൾക്കൊള്ളാൻ പറ്റൂല. അത് എത്ര വലിയ പണ്ഡിതനാണെങ്കിൽ സാലിഹ് സുഹൈമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അന്ധനാണ് ആ പണ്ഡിതൻ, കണ്ണില്ലാത്തൊരു പണ്ഡിതനാണ്, മദീനത്തുള്ള ആളാണ്, ജാമിഅ ഇസ്ലാമിയിൽ വർഷങ്ങളായിട്ട് അധ്യാപനം നടത്തിയ ആളാണ്. സൗദി അറേബ്യയിൽ ഭരണകൂടത്തിൻ്റെ പേരിൽ മദീന മേഖലയിലുള്ള മുഫ്തിയാണ് സാലിഹു സുഹൈമി, ഹഫിളഹുല്ലാ. സാലിഹു സുഹൈമി നമ്മൾ ജിദ്ദയിലുള്ള സമയത്ത് ഈ ISIS എന്ന് പറയുന്ന ഈ ദാഇഷ് എന്നൊക്കെ പറയുന്ന തീവ്രവാദികളെന്ന് കറുത്ത ഉടുപ്പും ധരിച്ച അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യനും ഫോട്ടോകളും, പിന്നെ അറേബ്യൻ നാടുകൾ, ഈജിപ്ത്, സിറിയ, പിന്നെ അങ്ങനത്തെ ആ കുറച്ച് പ്രദേശങ്ങളൊക്കെ പാടെ സൗദി അറേബ്യൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂട്ടിയിട്ട് രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
അമേരിക്കയിലുണ്ടായിരുന്ന ഒബാമ എന്ന് പറഞ്ഞ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി അവരൊക്കെ പാടെ കൂടിക്കാണ്ട് ഈ മുസ്ലിം രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ചതിയും ഒരു വഞ്ചനയുമായിരുന്നു. അങ്ങനെ ഇവർ വന്ന് ഇവരുടെ ഈ കാര്യങ്ങൾ പത്രങ്ങളിലും മീഡിയകളിലും വാട്സപ്പുകളിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് എന്താ സത്യത്തിൽ ഇവർ യഥാർത്ഥ നല്ല സെലഫികൾ മറ്റുള്ള ആ വേഷം കാര്യം കണ്ടാൽ അത്ഭുതപ്പെടുമായിരുന്നു. ആരും അവരെക്കുറിച്ച് ഒരു പരസ്യമായിട്ട് പറയാത്ത തുടക്കത്തിലുള്ള ആ സമയത്തിൽ മുസ്ലിം യുവാക്കൾ നല്ല വേഷങ്ങൾ നല്ല താടിയും വേറുള്ളതൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ യുവ ഭടന്മാരി എന്ന് തോന്നിപ്പിക്കുന്ന നിലയ്ക്ക് അന്ന് നമ്മൾ സൗദിയിലുണ്ടായിരുന്ന സഹോദരന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കാണുകയാണ്. ആ മെസ്സേജ് എഴുതിയത് മഹാനായി പണ്ഡിതൻ സാലിഹ് സുഹൈമി എന്ന് പറഞ്ഞ പണ്ഡിതനായിരുന്നു. അന്ധനാണ് മനുഷ്യൻ, 2 കണ്ണില്ലാത്ത ആളാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആൾ. മദീന മേഖലയുള്ള സൗദി അറേബ്യൻ്റെ മുഫ്തിയാണ് അദ്ദേഹം അന്ന് അതിൽ എഴുതിയ കാര്യങ്ങൾ ഇവർ തീവ്രവാദികളാണ്, ഖവാരിജുകളാണ്, മുൻകാലത്തുണ്ടായിരുന്ന തീവ്രവാദികളുടെ പിൻഗാമികളായ ആളുകളാണ് ഇവർ കൃത്യമായ മെസ്സേജിൽ അദ്ദേഹം എഴുതി. സുബ്ഹാനല്ലാഹ്. അറബിയിലുള്ള പത്രങ്ങൾ പലതും വന്ന് വായിക്കുന്ന സമയത്ത് ആ പത്രങ്ങളിലൊന്നും ഇവരെക്കുറിച്ച് മോശപ്പെട്ട റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ലെന്ന്. അവിടുത്തെ അറബിയിലുണ്ടായിരുന്ന മാസികകളിൽ നമ്മൾ വായിക്കുമായിരുന്നെന്ന് ഇവരെക്കുറിച്ച് റിപ്പോർട്ട് കണ്ടിട്ടില്ല. അന്ന് അമേരിക്കക്കും യൂറോപ്യനും ഇസ്ലാമിലെ ശത്രുക്കൾക്കുമുള്ള മുസ്ലിം പോരാളികളാണ് ഇവർ എന്ന ഒരു ധ്വനിയിൽ അത് വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് കണ്ടു. ഇവർ ഖവാരിജുകളാണ്, തീവ്രവാദികളാണ്, ഇസ്ലാമുമായും മുസ്ലിമീങ്ങളുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണ് പിന്നീട് സൗദിയിലുള്ള പണ്ഡിതന്മാരും ലജ്നദായിമയും അവിടുത്തെ മുഫ്തിയും മറ്റുള്ള പണ്ഡിതന്മാരും ഇവരെക്കുറിച്ച് ഫത്വ പറഞ്ഞത്. പിന്നീട് കുറേ മാസങ്ങളും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ശേഷമാണ് അവർ ദായിഷാണ്, തീവ്രവാദികളാണ്, IS ആണ്, ഇസ്ലാമായിട്ട് ബന്ധമല്ല, അമേരിക്കൻ അവരുടെ വിദേശകാര്യമന്ത്രിമാരും അവർ മുസ്ലിം രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആൾക്കൂട്ടങ്ങളാണ് എന്ന് മനസ്സിലാവുകയും അവർ തന്നെ പിന്നെ ഇവരെ ആക്രമിക്കാനും ഇവരെ കൊല്ലാനും ഇവരോട് യുദ്ധം ചെയ്യാനും തകർക്കാൻ വേണ്ടി ശ്രമം നടത്തി. അവരുടെ വഞ്ചന പുറത്തായ സമയത്ത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തര ആധുനികമായിട്ടും ദീനിൻ്റെയും ദുന്യാവിൻ്റെയും വ്യക്തമായ കാര്യങ്ങൾ അന്ധതയോടുകൂടെയാണെങ്കിലും അത് പറഞ്ഞ് പഠിപ്പിക്കുന്ന പണ്ഡിതൻ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള യമനുമായിട്ട് ബന്ധപ്പെട്ട ഈ ആളുകളെ കുറിച്ചൊരു വിമർശനം ഒരു ഫത്വയിൽ പറഞ്ഞതോടുകൂടെ പിന്നെ ആ മനുഷ്യനൊന്നിനും കൊള്ളാത്ത ആൾ, ഇത്ര ചീത്തപ്പെട്ട ഒരാൾ, ഇത്ര ജാഹിലായ ആൾ, ഇത്ര പക്വതയില്ലാത്ത ഒരാളായി സാലിഹ് സുഹൈമിനെ ചിത്രീകരിച്ച ആളുകൾ നമ്മുടെ നാട്ടിലെ സെലഫികൾ എന്ന് പറഞ്ഞ് നടക്കുന്നു. യമനുമായിട്ട് ബന്ധപ്പെട്ട് യഹ്യൽ ഹജൂരി എന്ന് പറയുന്ന, കൃത്യമായി പറയാം, യഹ്യൽ ഹജൂരി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞ് ആവേശം കൊള്ളുന്ന യഥാർത്ഥ സലഫികൾ ഞങ്ങളാണ് എന്ന് പറയുന്നു. ജൂതന്മാർ ഏത് നിലപാടാണോ അവർക്ക് പറ്റാത്തതാണെങ്കിൽ ഒന്നിനും കൊള്ളാതെ തകർക്കുന്നത് പോലെ അഹ്ലുസുന്നയുടെ വിശ്വസ്തരായ സമർത്ഥരായ സത്യസന്ധരായ പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ കരുതലുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് കരുതൽ വേണം നമുക്ക്. ആളുകൾ എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു, എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തത വരുത്തണം എന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതേപോലെ മഹാനായ ഈ പണ്ഡിതനെ സത്യം മനസ്സിലാക്കിയപ്പോൾ പ്രവാചകന്റെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ആ മനുഷ്യന് ഒന്നിനും കൊള്ളാത്ത ആളാണ്. അദ്ദേഹം അവരുടെ കൂടെയാണെങ്കിൽ എല്ലാ നിലക്കും പൂർണ്ണനാണ്, വിശ്വസ്തനാണ്, സമർത്ഥനാണ് എന്ന് പറഞ്ഞ ആളുകൾ ഒറ്റടിക്ക് അദ്ദേഹത്തിന് ഒന്നിനും കൊള്ളാത്ത ആളാണ്, ദുഷിച്ചവനാണ്, കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു. ഇത് ജൂതന്മാരുടെ സ്വഭാവമാണ്. സത്യം സത്യമായിട്ട് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും അത് പറയാനും അത് സ്വീകരിക്കാനും നമ്മൾ മനസ്സിലാക്കിയത് ബാത്തിലാണെങ്കിൽ, ഞാൻ ഇതുവരെ മനസ്സിലാക്കിയ തെറ്റായിരുന്നു, ബാത്തിലായിരുന്നു, അത് സ്വീകരിക്കാൻ പാടില്ല, എനിക്കതിൽ പിഴവ് പറ്റി എന്ന് പറയാൻ തയ്യാറാവണം. അതാണ് മുസ്ലിമീങ്ങളുടെ സ്വഭാവം, അതാണ്. മറ്റുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ്. ഈ ഭാഗം വരെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത സദസ്സിൽ പറയാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.